വർക്ക്ഷോപ്പും അതുപോലെ തന്നെ ട്രെയിനിങ്ങും ഈ പരിപാടിയിൽ ലക്ഷ്യമിടുന്നു. അതുമാത്രമല്ല, ഇന്ന് ഇവിടെ കൊച്ചിയിൽ ഷിപ്പവറിന്റെ ഈ രണ്ടാഴ്ച നടക്കുമ്പോൾ അടുത്തയാഴ്ച, that is on Saturday, which is 20th, we'll have a similar program in Calicut, and on 27th we will have it in Thiruvananthapuram. Ladies and gentlemen, can we have a huge response, in fact, applause for all the awesome ladies present here. Everyone of you, please say happy.
അല്ലല്ലോ വന്നത്. 10-20-25 വർഷമായിട്ടുണ്ടല്ലോ ഡിജിറ്റൽ ടെക്നോളജി അല്ലേ. ഓൾ ദീസ് ഇൻ്റർനെറ്റ് ആൻഡ് എവറിത്തിങ് ഹാസ് ബീൻ ദർ. ബട്ട് സ്റ്റിൽ നമുക്ക് സ്ത്രീകൾക്ക് വരുന്നത് ഈ പല ഇങ്ങനത്തെ ഉള്ള പല സാഹചര്യങ്ങളും കൊണ്ടാണ് അല്ലേ. പക്ഷെ ഇപ്പോൾ ടെക്നോളജി എന്ത് ചെയ്തു? ടെക്നോളജിയും വേറെ ഒരു ആരും എന്താ പറയുന്നത് പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിഭാസം. അതെന്താണ്? പാൻഡമിക്. അപ്പോൾ ഈ പാൻഡമിക് വന്നപ്പോൾ ലോക്ക്ഡൗൺ വന്നു. ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പ് ആരെങ്കിലും സൂം എന്ന് പറഞ്ഞൊരു കമ്പനിയെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു? അന്നും ഉണ്ടല്ലോ സൂം, എത്രയോ വർഷങ്ങളായിട്ട് സൂം ഉണ്ട്. പക്ഷേ സൂം വാസ് സ്ട്രഗ്ലിങ് വിത്ത് എ വെരി ലോ വാല്യുവേഷൻ. ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കമ്പനിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പാൻഡമിക് വന്നു, എല്ലാവരും സൂം എന്ന് പറഞ്ഞ് ഓടി നടക്കുക. അപ്പം അത് നമ്മുടെ ഭാഷയിൽ ഒരു വാക്കായി ആയിരിക്കുകയാണ് അല്ലേ. നിങ്ങൾ സൂം ചെയ്യുമോ? സൂമിൽ വരെ എന്താണ് വേറെ ഒന്നും അറിഞ്ഞുകൂടാത്ത, ടെക്നോളജി അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് സൂമിൻ്റെ പേര് കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അത് നമ്മുടെ സാധാരണ ഭാഷയിൽ ഒരു വാക്കായി മാറിയിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം ഈ പാൻഡമിക്കും ഡിജിറ്റൽ നേരത്തെ ഉണ്ടായിരുന്ന ഡിജിറ്റൽ ടെക്നോളജി, പാൻഡമിക് ഹാസ് ഹാഡ് എൻ ഇമ്പാക്റ്റ് ആണ്. പാൻഡമിക്കിനെ പറ്റി ഒരു വാചകം നിങ്ങൾ പലരും കേട്ട് കാണും. എന്താണ്? ഒരു വിദ്വാൻ പറഞ്ഞതാണ്, ദ പാൻഡമിക് ഹാസ് നോട്ട് ചേഞ്ച്ഡ് ഹിസ്റ്ററി, ഇറ്റ് ഹാസ് മിയർലി സ്പീഡഡ് ഇറ്റ് അപ്പ്. പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ലോകത്തെ അങ്ങനെ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും ആകെ മാറിയിട്ടില്ല ഈ പാൻഡമിക് കാരണം. വാട്ട് ഹാസ് ദ പാൻഡമിക് ഡൺ? ഇറ്റ് ഹാസ് സ്പീഡഡ് ഇറ്റ് അപ്പ്. സ്പീഡ് കൂട്ടിയിരിക്കുക. അപ്പോൾ ഈ ടെക്നോളജി അഡോപ്ഷൻ, എസ്പെഷ്യലി ഡിജിറ്റൽ ടെക്നോളജി അഡോപ്ഷൻ, പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ നോക്കിയാൽ ഈ ഓൺലൈൻ പേയ്മെൻറ്റ്സും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വളരെ പതുക്കെ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും പ്രതിഭാസങ്ങളും സഡൻലി സൂപ്പർസോണിക് സ്പീഡിൽ മാറി അല്ലേ. നമ്മൾ പണ്ട് പറയുമ്പോൾ ഇത് 10 വർഷം കൊണ്ടൊക്കെ പതുക്കെ ഇങ്ങനെ ഒരു മാറ്റം വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന് ഒറ്റ വർഷം കൊണ്ടെല്ലാം മാറി. നിർബന്ധിതരായിരുന്നു അല്ലേ നമ്മളിങ്ങനെ ഈ മാറ്റം വരുത്താനായിട്ട്. അപ്പം ഈ ഡിജിറ്റൽ ടെക്നോളജിയുടെയും ഈ പാൻഡമിക്കിൻ്റെയും കമ്പൈൻഡ് ഇമ്പാക്റ്റ് എന്തായിരുന്നു? ഒരു വിഭാഗത്തിന് ആക്ച്വലി ഒരു മോചനം പോലെയായിരുന്നു. ആ വിഭാഗം ആരായിരുന്നു? സ്ത്രീകൾ, നിങ്ങൾ അല്ലേ. ഇപ്പം എല്ലാ ഓഫീസും വർക്ക് ഫ്രം ഹോമും വർക്ക് നിയർ ഹോമും ആയപ്പോഴത്തേക്ക് ഈ ഒരു ഒബ്ജക്ഷൻ ഇപ്പോൾ ഇല്ലല്ലോ. നിനക്ക് പൂനെ പോകാൻ പാടില്ല. എനിക്ക് പൂനെ പോകേണ്ട ആവശ്യമില്ല, എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം. അല്ല, നീ മറ്റേ ആ ലേറ്റ് നൈറ്റ് മീറ്റിംഗ് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ടീം മുഴുവൻ പുരുഷന്മാരാണ്. പ്രോബ്ലം ഇല്ല, വീട്ടിൽ ഇരുന്നുകൊണ്ടല്ലേ ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വിചാരിക്കുന്ന പോലെ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ആരെങ്കിലും പ്രസംഗം കേൾക്കുകയല്ല. ഈ മീറ്റിംഗ്സ് എന്ന് പറയുന്ന ഡിസ്കഷൻസ് അല്ലേ. അപ്പം ഈ കൊളാബറേറ്റീവ് ഡിസൈൻ, ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയാണ്? കുറേ പേര് ചേർന്ന് ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് സംസാരിച്ച് ഐഡിയാസൊക്കെ കൈമാറി, അങ്ങനെയാണല്ലോ കൊളാബറേഷൻ എന്ന് പറയും. അപ്പം ഓഫീസുകളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പം ഒരു പ്രശ്നവും ഒരു പ്രയാസവും ഇല്ലാതെ ഓൺലൈൻ അറ്റ് ഹോം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒറ്റയടിക്ക് ഓവർനൈറ്റ് ഈ സ്ത്രീകളെ പിടിച്ചു നിർത്തിയിരുന്ന ഒരു വലിയൊരു ഓബ്സ്റ്റക്കിൾ മാറി. അപ്പം ഞാൻ പറയുന്നത് ഇനിയും ഇതൊരു സുവർണ അവസരമാണ്. ഇന്ന് ഈ അവസരം നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ then you have only yourselves to blame. ഇനി ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, you can use many of these things. So ബിസിനസ് ലോകത്തെ തന്നെ ഇത് ആകെ ഇളക്കി മറിച്ചിരിക്കുക അല്ലേ. നേരത്തെ പല കാര്യങ്ങളും ഇപ്പം പല സെക്ടേഴ്സ് തന്നെ എന്താ പറയണ്ടേ, അതിൻ്റെ
Yeah. Okay, anyway, I think everybody can hear me, okay? We're just wasting time. I don't have any time also. So, ഈ ബിസിനസ് മീറ്റിംഗ്സ് തന്നെ ഇപ്പം ഇല്ലാതായി. Because, I mean, meaning there is no need for traveling to Bombay. ഞാനിപ്പം 1-2 കമ്പനികളുടെ ബോർഡിലൊക്കെ ഉണ്ട്. ബോർഡ് മീറ്റിംഗ്സിന് പ്രീവിയസ്ലി ബോംബെ പോകണം. അപ്പം 10 ഡയറക്ടേഴ്സ് ബോംബെയിൽ വരണമെങ്കിൽ ആലോചിച്ച് നോക്കണം. എല്ലാവരുടെ എയർ ഫെയർ, ഹോട്ടൽ സ്റ്റേ, ടാക്സി, മറ്റൊക്കെ. ഇപ്പം അതൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഗോ ഓൺലൈൻ, 2 മണിക്കൂർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് തീർന്നു. അപ്പം സോ ഈ ബിസിനസ് ട്രാവൽ എന്ന് പറയുന്ന ആ വലിയൊരു ഇൻഡസ്ട്രി, ബിസിനസ് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ലൈക്ക് that is air travel sector, hotel sector, taxi sector, ഇതിൻ്റെയൊക്കെ ബിസിനസ് ഈസ് കംപ്ലീറ്റ്ലി ഡിസ്റപ്റ്റഡ്. അത് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണ്. അതുപോലെ ഈ സർവീസസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പല മേഖലകളും സാരമായി ബാധിച്ചിട്ടുണ്ട്. ആസ് ലോങ് as there is a pandemic, because of ട്രാവൽ തന്നെ കുറഞ്ഞിരിക്കുക, ട്രാവൽ നമ്പേഴ്സ് കുറഞ്ഞിരിക്കുക. അപ്പം ടൂറിസം, ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ഉണ്ട്. ഈ മൈസ് എന്ന് പറയുന്ന that is this conferences, international conferences, exhibitions ൻ്റെ വലിയൊരു സെക്ടറായിരുന്നല്ലോ അല്ലേ? ആ സെക്ടറിനെ ബേസ് ചെയ്താണ് പല സിറ്റീസിലൊക്കെ വലിയ കോൺഫറൻസ് കൺവെൻഷൻ സെൻറ്റേഴ്സൊക്കെ തന്നെ പടുത്തുയർത്തിയത്. അപ്പോൾ അവരുടെയൊക്കെ ബിസിനസ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം പല ബിസിനസ്സസിനെയും നെഗറ്റീവായിട്ട് ബാധിച്ചെങ്കിലും വേറെ പല ബിസിനസ്സസിനും പുതിയ അവസരങ്ങൾ ഉണ്ടാക്കി. ഇപ്പം ഹോം ഡെലിവറി, എവറിത്തിങ് ഈസ് നൗ ഡൺ ബൈ ഹോം ഡെലിവറി. ഹോം ഡെലിവറി ഈസ് നോട്ട് ഓൺലി പ്രോഡക്ട്സ് ബട്ട് ഓൾസോ ഓൾ സർവീസസ് അല്ലേ? ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരു RT-PCR ടെസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോൺ ചെയ്യും, ആൾ വീട്ടിൽ വന്ന് സാമ്പിൾ എടുത്തിട്ട് പോകും അല്ലേ? നൗ ദാറ്റ് വിൽ ബിക്കം ദ ന്യൂ നോർമൽ. അപ്പം ഇങ്ങനെ നേരത്തെ ഈ ഹോം ചില ഡോക്ടർമാരുടെ ബോർഡിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കും നോ ഹോം വിസിറ്റ്സ്. അപ്പോൾ അയാളുടെ സ്റ്റാറ്റസ് കാണിക്കാനായിട്ട് ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആളാണ്, ദാറ്റ് ഐ വിൽ നോട്ട് ഡു ഹോം വിസിറ്റ്. ഇന്ന് അങ്ങനെ ഒരാൾ വെച്ചാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ബിസിനസ് ഇല്ലെന്നാ. അയാൾക്ക് ഹോം ബിസിനസ്സിന് തയ്യാറല്ലെങ്കിൽ ഹി ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനി ബിസിനസ് അല്ലേ, ഹി ഓർ ഷീ. സോ ദി പോയിന്റ് ഇസ് ഈ പാൻഡമിക്കും ഈ കാരണം മെനി ബിസിനസ്സസ് ഹാവ് ബീൻ വെരി ഫണ്ടമെൻ്റലി ഓൾസോ ചേഞ്ച്ഡ്. So work from home, work near home, online meetings, digital marketing, there is almost nothing. നമുക്ക് നമ്മളെ ഒരു സാധാരണ ബിസിനസ് ലൈഫിൽ നമ്മൾ ഏർപ്പെടുന്ന പല കാര്യങ്ങളും ഓൾമോസ്റ്റ് നത്തിങ് വിച്ച് കനോട്ട് ബി ഡൺ ഓൺലൈൻ, വിച്ച് കനോട്ട് ബി ഡൺ ഫ്രോം എ ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻ. അത് നമ്മൾ കുറച്ച് ചില കാര്യങ്ങൾ ചില സബ്ജക്ട്സിൽ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ആലോചിക്കേണ്ടി വരുന്നു ടു ഫൈൻഡ് ഔട്ട് വേസ്. ബട്ട് ടെക്നോളജി ക്യാൻ ഓൾവേസ് ബി യൂസ്ഡ്. അപ്പോൾ ഇതൊരു വലിയൊരു അവസരമാണ് ഫോർ ഓൾ ഓഫ് യു ടു ചേഞ്ച്. സോ ഇൻ അതർ വേർഡ്സ് ദർ ഇസ് നോ മോർ റീസൺ ടു ഹോൾഡ് എ വുമൺ ബാക്ക്. ഐദർ അവരുടെ പേരൻസിൻ്റെയോ സഹോദരങ്ങളുടെ ഒബ്ജെക്ഷൻ ഷുഡ് നോട്ട് മാറ്റർ. അതിനിപ്പോൾ നല്ലൊരു റിപ്ലൈ ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ ചിലരുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും മടിച്ച് നിൽക്കുന്നത്. അതിന് അവരിങ്ങനെ ചില നല്ല ഐഡിയ കാണുമായിരിക്കും, പക്ഷേ പറയും ഇതെങ്ങനെ, ഞാൻ എങ്ങനെ ചെയ്യാൻ. അപ്പം നമ്മൾ ഈ ഐഡിയ പ്രസൻറ്റ് ചെയ്യാൻ തന്നെ മടിച്ച് നിൽക്കുന്ന സ്ത്രീകളുണ്ടല്ലേ. പറയും ഞാനിത് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറയും, എൻ്റെ സഹോദരൻ ഇങ്ങനെ പറയും, എൻ്റെ അച്ഛൻ അമ്മമാരിങ്ങനെ പറയും. അപ്പോൾ അവർ ഒബ്ജക്റ്റ് ചെയ്യും. ഇപ്പം അവർക്കാർക്കും ദേ വിൽ നോട്ട് ഹാവ് എനി പ്രോബ്ലംസ് വിത്ത്. സോ ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നൺ ഓഫ് ദി ഡിഫിക്കൽട്ടീസ് വിച്ച് വർ ഹോൾഡിങ് യു ബാക്ക് ഓർ നമ്മുടെ വിച്ച് വി ഇമാജിൻ ആർ പ്രസൻറ്റ് എനിമോർ. അതൊരു വലിയൊരു അവസരമാണ്. അത് എത്ര നാളിങ്ങനെ നിൽക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുള്ളൂ. പക്ഷേ യു മസ്റ്റ് യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. Okay, the next part which I was supposed to say, I'll use that for another 5 minutes is, ഇപ്പോൾ നിങ്ങളെല്ലാവരും കേരളത്തിൽ ബേസ് ചെയ്തിട്ട് കേരളത്തിൽ ഉള്ള ബിസിനസ്സുകൾ നടത്താനായിരിക്കുമല്ലോ ഉദ്ദേശം. നമ്മളെന്തായാലും തുടങ്ങുന്ന ഇവിടെ വെച്ചിട്ടുള്ള ഒരു ബിസിനസ് നമുക്ക് ലോക്കലായിട്ടുള്ള കസ്റ്റമേഴ്സ്, ലോക്കലായിട്ടുള്ള കൺസ്യൂമേഴ്സ്, ലോക്കലായിട്ടുള്ള ക്ലയൻസിനെ അവരുടെ ഏതെങ്കിലും നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരു സംരംഭമായിരിക്കുമല്ലോ. അത് വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അത് വളർന്ന് അത് സ്കെയിൽ ചെയ്ത് അടുത്ത സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി നാഷണൽ ലെവലിൽ വന്ന് ഈവൻ ആഗോളതലത്തിൽ ആയിട്ട് മാറണമെങ്കിൽ. പക്ഷേ ആദ്യം തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടല്ലേ. കേരളം
വ്യവസായങ്ങൾ തുടങ്ങാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സംസ്ഥാനമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും മാസ്ക് ഇട്ടിരിക്കുക, അപ്പോൾ എല്ലാവരും പുഞ്ചിരിക്കുകയായിരിക്കും അല്ലേ, എല്ലാവരും നല്ല സ്മൈലായിരിക്കും മുഖത്ത്. ബിക്കോസ് ഞാൻ എന്തോ തമാശ പറഞ്ഞ പോലെ ആയിരിക്കും അല്ലേ. ഹൗ മെനി തിങ്ക് കേരള ഈസ് എ ഗുഡ് പ്ലേസ് ടു ഡു ബിസിനസ്? ഓ, ഐ എം റിയലി ഹാപ്പി ടു സീ സോ മെനി ഹാൻഡ്സ് ഗോ അപ്പ്. സാധാരണ ഞാൻ ഇങ്ങനെ പല വേദികളിലും ഈ വ്യവസായികളുടെ, പ്രത്യേകിച്ചും വ്യവസായം നടത്തുന്നവരുടെ മീറ്റിങ്സിലും യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കേരളം വ്യവസായങ്ങൾക്ക് നല്ലൊരു സംസ്ഥാനമാണെന്ന് പറയുന്ന ഏക മനുഷ്യൻ ഞാനായിരിക്കും. ആൻഡ് എവ്രിബഡി എൽസ് വിൽ ബി സെയിങ് അട്ടിമറി, നോക്കുകൂലി, ഹർത്താൽ, മറ്റേത് മറിച്ച് നമ്മൾ ഈ പല്ലവി കേട്ടിട്ടുണ്ടല്ലോ കേരളം. അത് ശരിയല്ലെന്ന് ഞാൻ പറയുന്നില്ല, അട്ടിമറിയും നോക്കുകൂലിയും ഒക്കെ ഉണ്ട്. പക്ഷേ ആ നെഗറ്റീവ്സ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ നെഗറ്റീവ്സ് മാറുന്നവരെ ഞാനിങ്ങനെ മലയാളത്തിൽ എന്താ നിങ്ങൾ പറയുന്ന പോലെ മസിൽ പിടിച്ച് ഞാനിങ്ങനെ കൈയും മടക്കി അങ്ങനെ ഇരിക്കും. നിങ്ങൾ ഈ മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തേച്ച് മാറ്റി കഴിഞ്ഞാൽ ഞാൻ വ്യവസായം തുടങ്ങുമെന്ന് പറഞ്ഞാൽ കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. ഈ പോരായ്മകളും അപാകതകളും ഇല്ലാത്ത ഒരു രാജ്യവുമില്ല, ഒരു സംസ്ഥാനവുമില്ല, ഒരു സ്ഥലവും ഇല്ലല്ലോ ഈ ലോകത്ത്. ഇപ്പം നമ്മളെല്ലാം പറയുന്നുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് കേട്ട് കാണുമല്ലോ അല്ലേ, ഒരു പ്രയോഗം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. സഡൻലി എല്ലാവരും, രാഷ്ട്രീയക്കാർ തൊട്ട് ബിസിനസ്സുകാർ വരെ, ഉദ്യോഗസ്ഥന്മാരെല്ലാവരും വന്ന് മൈക്കിൽ നിന്ന് അടിച്ച് തകർത്ത് പ്രസംഗിക്കുന്ന എന്താണ്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28 സംസ്ഥാനങ്ങളിൽ 28ാമത്തെ സ്ഥാനമാണ് കേരളത്തിൻ്റെ. അപ്പം അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അവസാനത്തെ പൊസിഷനാണ് കേരളത്തിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ. പക്ഷേ അവിടെ ദർ ഇസ് സംതിങ് റോങ്. ബിക്കോസ് ഇപ്പം വേൾഡ് ബാങ്ക് ഈ അളവുകോൽ, അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ആ മെഷർ അവർ തന്നെ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അത്രയും കംപ്ലയിൻസ് വന്നതുകൊണ്ട് ഇപ്പം ലോകത്ത് വേറെ ആരും ഇത് ഉപയോഗിക്കുന്നില്ല, ഇന്ത്യയിൽ മാത്രമേ ഇന്ത്യയും ഇതിപ്പം ഉപയോഗിക്കുന്നത് നിർത്തും. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അവർ. പക്ഷെ വേറെ ഒരു മെഷറുണ്ട്. അത് കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ പത്രം വായിക്കുന്നവരാണല്ലോ നമ്മൾ എല്ലാ മലയാളീസും. അപ്പോൾ അതിൽ PAI 2021 എന്ന് പറഞ്ഞ ഒരു വാചകം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, ശ്രദ്ധിച്ച് കാണുമായിരിക്കും. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് 2021. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ ക്വാളിറ്റി ഓഫ് ഗവർണൻസ് അനുസരിച്ച് റേറ്റിംഗ് ആണ്. ക്വാളിറ്റി ഓഫ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ക്വാളിറ്റി ഓഫ് ഗവർണൻസ്. അത് വളരെ വിശദമായിട്ടുള്ള അതിൻ്റെ മെത്തഡോളജി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇത് ചെയ്യുന്നത്? ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു നോൺ പാർട്ടിസാൻ ഏജൻസി നീതി ആയോഗിന് വേണ്ടി 2016 തൊട്ട് ഇറക്കുന്ന ഒരു റാങ്കിങ് ആണിത്, പബ്ലിക് അഫയർ. അപ്പം വിച്ച് ഈസ് ദ ബെസ്റ്റ് ഗവേൺഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നാണ് അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെഷറാണിത്. ബെസ്റ്റ് ഗവേൺഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു 48 മെഷേഴ്സും മെട്രിക്സ് ഉള്ള ഒരു ഇൻഡെക്സാണ് പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ്. UN-ൻ്റെ സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ് ഗോൾസും പിന്നെ ഇക്കണോമിക് ഗ്രോത്ത്, എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡീസസ്, ഇതെല്ലാം കൂടെ ചേർത്ത് മിശ്രിതമായിട്ടുള്ള ഒരു മെഷറാണ്, വളരെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യുന്നതാണ്. 2016 തൊട്ട് ഇന്ന് വരെ നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്ന കേരളമാണ്. നമ്മുടെ ഏതെങ്കിലും പേപ്പറിൽ ഹെഡ്ലൈനായിട്ട് ഇത് കണ്ടോ നിങ്ങൾ? അവിടെയാണ് ഞാൻ പറയുന്ന ഒരു പ്രശ്നം. ദിസ് ഈസ് നോട്ട് ന്യൂസ് ഇൻ കേരള. കേരളത്തിൽ ന്യൂസ് എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം, അത് ഞാൻ എന്താ പറയുന്നത്, ഏത് പ്രോമിനൻറ്റ് ന്യൂസ് പേപ്പർ എടുത്ത് ഫ്രണ്ട് പേജ് എടുത്ത് നോക്കിയാൽ അതാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടെന്ന് ഉള്ള എൻ്റെ അഭിപ്രായത്തിൽ ഈ മീഡിയ ഉടമകളുടെ തെറ്റിദ്ധാരണ. അവർ വിചാരിക്കുന്ന ഇത് മാത്രം വായിക്കാനാണ് ഇവിടുത്തെ ആൾക്കാർക്ക്. രാവിലെ എൻ്റെ കണ്ണ് ഉറക്കുമ്പോൾ അവർക്ക് വന്നിട്ട് എന്തെങ്കിലും നോൺസെൻസ്, എന്തെങ്കിലും ഒരു സ്കാൻഡൽ,
എന്തെങ്കിലും ഒരു ടെറിബിൾ ആക്സിഡൻറ്റിനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൊറബിൾ ആക്ട് ബൈ സംബഡി, അതാണ് മീഡിയയുടെ റോൾ എന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ 2016 തൊട്ട് എല്ലാ വർഷവും നമ്പർ 1 സ്ഥാനം ഇസ് ബുക്ഡ്. ഇറ്റ് ഇസ് കേരള. ഹൗ കം? ആൻഡ് ഹൗ ക്യാൻ ഇറ്റ് ബി? ഇതൊരു വിരോധാഭാസമല്ലേ? 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭരണഭദ്രതയും എന്താ പറയണ്ട നേതൃത്വത്തിലും പിന്നെ ലോ ആൻഡ് ഓർഡർ, ഇക്കണോമിക് ഗ്രോത്ത്, എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എല്ലാത്തിലും നമ്പർ 1 ആയിട്ടുള്ള സംസ്ഥാനം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാമത്തെ. സോ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, സോ ഇങ്ങനത്തെ മാതിരി സ്റ്റേറ്റ്മെൻറ്റ്സ് വെൻ യു ഹിയർ, ആൻഡ് യു വിൽ യൂഷ്വലി ഹിയർ കുറേ വാട്ട് ഈസ് കോൾഡ് അനക്ഡോട്ടൽ ഡേറ്റ. അനക്ഡോട്ടൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട് അയാൾ വന്ന് കസേരയും മേശയും ലോറിയിൽ നിന്ന് ഇറക്കാൻ വന്നപ്പോഴത്തേക്ക് അവർ അതിൻ്റെ ഒരു 10 ഇരട്ടി വില ചോദിച്ചു, നോക്കുകൂലി എന്ന് പറഞ്ഞു, മറ്റൊരു അട്ടിമറി എന്ന് പറഞ്ഞു, ഇത് പറഞ്ഞു, അത് പറഞ്ഞു, ഈ കഥകൾ കുറേ കേൾക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ഇതിങ്ങനെ ഒപ്പോസ് ചെയ്യുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറയും, ബാലഗോപാലിൻ്റെ അനുഭവം, ബാലഗോപാൽ തുടങ്ങി വെച്ച കമ്പനി വിജയിച്ച് കാണും, അത് ഇറ്റ് മൈ ബി ഡൂയിങ് വെൽ, അതൊരു എക്സെപ്ഷനാണ്. അത് പിന്നെ ചിലപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് പറയും, ബാലഗോപാലൻ്റെ കഴിവ് കൊണ്ടൊക്കെ ആയിരിക്കും അതൊക്കെ, നിങ്ങൾ അത് എങ്ങനെയോ ഇതെല്ലാം ഓവർകം ചെയ്ത്. അപ്പം ഈ ആർഗ്യുമെൻറ്റ്സ് ആൻസർ ചെയ്യാനായിട്ട് ഞാൻ കുറേ റിസർച്ച് ചെയ്ത് എൻ്റെ അടുത്ത ബുക്ക് ഞാൻ ഇറക്കുന്നത് ഇസ് അബൌട്ട് 50 മാനുഫാക്ചറിങ് സക്സസ് സ്റ്റോറീസ് ഓഫ് കേരള. അതാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. 50 മാനുഫാക്ചറിങ് സക്സസ് സ്റ്റോറീസ്. അപ്പം ഞാൻ ആയുർവേദമോ മറ്റേ കഥകളിയോ അങ്ങനത്തെ ഒന്നുമല്ല. അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ടൂറിസം മേഖലയല്ല എടുത്തിട്ടില്ല, ഒറ്റ വ്യവസായം എടുത്തിട്ടില്ല. IT മേഖലയിൽ നിന്ന് ഒരൊറ്റ വ്യവസായം എടുത്തിട്ടില്ല. സർവീസ് സെക്ടർ, ലുലു മോൾ പോലുള്ള വലിയ മോൾസ് എടുത്തിട്ടില്ല. ഓൺലി ഫാക്ടറീസ്, മാനുഫാക്ചറിങ് ഫാക്ടറീസിൽ 50 കമ്പനീസ് വിച്ച് നമ്മുടെ ഇന്ത്യ തലത്തിൽ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ലീഡിങ് കമ്പനീസ് ആയിട്ടുള്ള 50 സക്സസ്ഫുൾ കമ്പനീസ്. ഈ 50 കമ്പനീസ് എങ്ങനെ സക്സീഡ് ചെയ്തു? ഇവിടെ ഈ അട്ടിമറിയും നോക്കുകൂലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൗ ഡിഡ് ദീസ് 50 കമ്പനീസ് സക്സീഡ്? ഹൗ ഈസ് ഇന്ത്യാസ് മോസ്റ്റ് എഫിഷ്യൻറ്റ് സ്റ്റീൽ കാസ്റ്റിംഗ് മേക്കർ ഇൻ ഇന്ത്യ മാത്രമല്ല, ലോകത്തെ 8 കമ്പനീസിൽ എന്താ പറയുന്നത്, ഓൺലി 1 ഇന്ത്യൻ കമ്പനി ഇസ് ദർ, സ്റ്റീൽ കാസ്റ്റിങ്സ്, വലിയ കമ്പനി. ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഇൻ കോലാപ്പൂർ, ഷോലാപ്പൂർ ഓർ കാൺപൂർ ഓർ പൂനെ. ഇറ്റ് ഇസ് ഇൻ നമ്മുടെ കോഴിക്കോട്, PK സ്റ്റീൽസ്. വേർ ഇസ് ഏഷ്യാസ് ലാർജസ്റ്റ് ഡെൻറ്റൽ പ്രോസ്തെറ്റിക്സ് കമ്പനി? നമ്മൾ എവിടെങ്കിലും ഏഷ്യയിൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പല്ലിൻ്റെ ഇംപ്രഷൻ എടുത്തിട്ട് ഒരു ക്രൗൺ ഉണ്ടാക്കാനായിട്ട് ഇംപ്രഷൻ ആർക്കാണ് അയച്ചു കൊടുക്കുന്നത്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ. മൂവാറ്റുപുഴയിലുള്ള ഡെൻറ്റ് കെയർ, 2500 പേര് ജോലി ചെയ്യുന്ന ഡെൻറ്റ് കെയർ. നമ്മുടെ സ്റ്റെൽത്ത് സബ്മറീൻസ് ആൻഡ് സ്റ്റെൽത്ത് ഫ്രിഗറ്റ്സ്, നേവിക്ക് വേണ്ടിയുള്ള സ്റ്റെൽത്ത്, അതായത് റഡാറിൽ ഇൻവിസിബിൾ ആകുന്ന സബ്മറീൻസും ഫ്രിഗറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന, അവർക്ക് വേണ്ടി റബ്ബർ കോട്ടിംഗ് ചെയ്തു കൊടുക്കുന്ന വജ്ര റബ്ബർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്. ദ വേൾഡ്സ് ലാർജസ്റ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോഡക്ട്സ് കമ്പനി ഏത്? ഞാൻ തുടങ്ങി വെച്ച ടെർമോ പെൻപോൾ കമ്പനി. 1400 പേര് ജോലി ചെയ്യുന്ന വിളപ്പിൽശാല പഞ്ചായത്തിൽ. It is the world's largest maker of that product, which is one of India's largest electronic hardware exporters. Software alla, hardware exporters. Kakanadile SFO Technologies. Have you heard of half of these companies? Most of you would not have even heard of half of these companies. ഈ കമ്പനീസിന് വേറൊരു പ്രത്യേകത, ഇവർ ഫുൾ പേജ് ആഡ് എടുത്തിട്ട് ഞങ്ങൾക്ക് ISO 2000 കിട്ടി, അല്ലെങ്കിൽ ISO മറ്റേ 9000 whatever it is, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്പർ ഇത് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ പേജ് പരസ്യം. ഇതിൽ ഒരൊറ്റ കമ്പനി അങ്ങനെ ചെയ്യത്തില്ല. They have got much better things to do with their money. They don't issue any press statements. They don't hold any ഫങ്ഷൻസ് ഇൻ അവരുടെ കമ്പനിയിലെ ഫങ്ഷൻ. ഇങ്ങനെ 24 പല്ലും കാണിച്ചുകൊണ്ട് ഏതോ മന്ത്രിയോ അല്ലെങ്കിൽ MLA ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫങ്ഷൻ പോലും you will not see any one of these success stories. So there is a lot of lesson in that. These are a new breed of entrepreneurs and business people who have set up businesses
succeeded over the last 20-30 years and are expanding outside Kerala now and expanding across the world. There are companies in Kerala which have factories in China because അവിടെ നിന്ന് raw material വാങ്ങിക്കുമ്പോൾ Chinese government ഒരു കണ്ടീഷൻ ഏർപ്പെട്ടു ദാറ്റ് അവിടെ തന്നെ ഫാക്ടറി തുടങ്ങണം. അവർ പറഞ്ഞു ശരി ഞങ്ങൾ അവിടെ തുടങ്ങാം. സിന്തൈറ്റ് എന്തുവാ ചെയ്തിരിക്കുന്നത്? They have 3 factories in Xinjiang province. അപ്പോൾ ഈ സക്സസ് this is very important for you to realize that success എന്ന് പറയുന്നത് it is happening ഇവിടെ തന്നെ. There are world class entrepreneurs here. And what is നിങ്ങൾക്കൊക്കെ ഏറ്റവും പ്രോത്സാഹനജനകമായിട്ടുള്ള കാര്യം എന്താണ്? ഇവരെല്ലാവരും സ്റ്റാർട്ടപ്സ് ആയിട്ട് തുടങ്ങിയവരാണ്. ഇവരെല്ലാവരും സിന്തൈറ്റൊക്കെ 5 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് 2500 കോടി രൂപ വിറ്റുവരവുള്ള സിന്തൈറ്റിൻ്റെ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് തുടങ്ങിയതാണ് CV ജേക്കബ്. ഇന്ന് എൻ്റെ കമ്പനി 300-400 crores ടേൺ ഓവർ ആൻഡ് ഇറ്റ്സ് വേൾഡ്സ് ലാർജസ്റ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്പനി എന്ന് പറഞ്ഞ് 35 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് പല ഇൻവെസ്റ്റേഴ്സിൽ നിന്നും നുള്ളിപ്പറക്കി എടുത്തിട്ട് തുടങ്ങി വെച്ച ചെറിയ ഒരു പ്രസ്ഥാനമാണ്. അന്ന് 25-30 വർഷം മുമ്പ് ഒരു വർഷം ഞാൻ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഔട്ട്പുട്ട് ഇന്ന് ഒരു ദിവസം ആ ഫാക്ടറി ഉണ്ടാക്കുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് അത്രയാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ രാജ്യത്ത് തന്നെ അല്ല, ഈ സംസ്ഥാനത്ത് തന്നെ, ഇവിടെ തന്നെ ഈ അട്ടിമറി നോക്കുകൂലി എല്ലാം ഉണ്ടായിട്ട് പോലും. അപ്പോൾ സോ ദീസ് 2 factors. അപ്പോൾ ഡൂയിങ് ബിസിനസ് ഇൻ കേരള ഇസ് വെരി വെരി ഫീസിബിൾ. ഇനി വരുന്ന കാലത്ത് ഇറ്റ്സ് എ നോളജ് ബേസ്ഡ് ഇക്കോണമിയാണ്, പഴയതുപോലെയല്ല. ഇനിയും വരുന്ന കാലത്ത് നമ്മുടെ ബിറ്റ്വീൻ അവർ ഇയേഴ്സ് വാട്ട് ഇസ് ദെയർ, ആ ബ്രെയിൻസിനെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ദി ഇക്കോണമി ഈസ് ഗോയിങ് ടു ബി. ആൻഡ് ആ ഇക്കോണമിയിൽ ഡിജിറ്റൽ ടെക്നോളജീസ് ആർ ഗോയിങ് ടു ഹെൽപ്പ് അസ്. സ്ത്രീകളെ ഇതുവരെ പിടിച്ചു നിർത്തിയിരുന്ന ഈ അഡ്വാൻസ് ചെയ്യാൻ അനുവദിക്കാതിരുന്നിരുന്ന ആ പിന്തിരിപ്പൻ ഫോഴ്സസിനെയൊക്കെ ഇല്ലാതാക്കിയിരിക്കുന്നത് ഈ ടെക്നോളജിയും പാൻഡമിക്കിൻ്റെയും കൂടെ ജോയിൻറ്റ് ഇമ്പാക്റ്റാണ്. ഇതൊരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങളെല്ലാം തുടങ്ങുന്ന എല്ലാ വ്യവസായങ്ങളും വിജയിക്കണമെന്ന് ആശംസിക്കുന്നു. പക്ഷേ എനിക്കറിയാം എല്ലാം വിജയിക്കില്ല, അതിൽ ചിലർ മാത്രമേ വിജയിക്കുള്ളൂ. പക്ഷേ ആ ആത്മവിശ്വാസവും ആ തൻ്റെ ഇടവും വെച്ചിട്ട് നിങ്ങളെല്ലാവരും തുടങ്ങണം. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള സക്സസ് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. Thank you very much, sir. I would also like to let you know that with this offline batch that we have here, we have around 60 to 70 people have joined us on Zoom also. Then now this is one opportunity that every one of us want to really take care of completely, use of it. So everyone would want to ask some of the other questions. So let us make it interactive before our tea break. So we'll have to eat into your tea break. I think we can compromise on that because this is not everyday's thing that we get. So go ahead. ആരും മിണ്ടാതെ ഇരിക്കരുത്. എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യും. സ്പൈസസിൻ്റെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പാണ്. ഓക്കെ, അപ്പോൾ എനിക്കറിയേണ്ടത് ഒരു ചെറിയ ഡൗട്ടാണ്. ഇപ്പോൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കേരള ആൻഡ് ഇന്ത്യയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് കേരളത്തിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഏതൊക്കെ മേഖലകളിലാണ് കൂടുതലായിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയിട്ട്? അല്ല, ഞാൻ ഇത്രയും നേരം പറഞ്ഞിരുന്ന ഉള്ളടക്കം എന്ന് പറയുന്നത് ഈസ് ദാറ്റ് സ്ത്രീകൾക്ക് പോകാൻ പറ്റാത്ത ഒരു മേഖലയില്ലെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല, അങ്ങനെ ഒരു മേഖല ഞാൻ കാണുന്നില്ല. എനിക്കറിയാം ഇൻ കൊച്ചി ഇറ്റ് സെൽഫ് ഹെവി ഇലക്ട്രിക്കൽ കോൺട്രാക്ട്സ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ ഇസ് എ ലേഡി. ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്ന് പറഞ്ഞ റോക്കറ്റ്സും മിസൈൽ പ്രോഗ്രാമിൻ്റെ മേധാവിയായിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. ഇപ്പം പട്ടാളത്തിലും പൈലറ്റ്സും ഷിപ്സും അതുമൊക്കെ കൺട്രോൾ ചെയ്യുന്ന എല്ലാം ലേഡി. അപ്പം ദർ ഇസ് നത്തിങ് വിച്ച് യു കനോട്ട് ഡു. സോ ദെയർഫോർ അങ്ങനെ ഒരു റിസർവ് ചെയ്തിട്ടുള്ള നിങ്ങൾ അങ്ങനെ അന്വേഷിക്കേണ്ട.
നിങ്ങൾക്ക് കഴിവുള്ള, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ വരുന്ന ഏത് മേഖലയായാലും feeble. I don't want the noise to And now, for the next keynote speech, I would like to invite Sri Lakshmi Menon. Now, when I take these names, Amumatiri, Chikoti, and Kochi, if I'm pronouncing it right. All right, designer and social entrepreneur. She's also a social entrepreneur, conceptualized Amumatiri, Chikoti, and Kochi, and pen with love projects. So, she is a governing council member of National Innovation Council of India and runs the organization which is Pure Living in Kochi, which helps in finding sustainable livelihood solutions and also in propagating importance of green living. These and has something really attached to it also socially. Now, I think you can always be interactive, ma'am, right? They can ask you whenever you have any questions. Please carry on. Hi, a very good morning to all of you. Thank you so much for having me here. എനിക്ക് എപ്പോഴും ഞാൻ പറയും എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പറ്റാത്ത കാര്യം, അതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി an interactive session. എന്താ ഒരു ക്വിക്ക് ഇത് പറയാം, ജേർണി ഓഫ് മൈ entrepreneurial life. I am a designer by profession and a completely accidental entrepreneur. I was working as a jewelry designer in San Francisco and also as a designer in art gallery. Whenever I used to come to visit my folks
started it with my Ammuma. Ammuma ഒരു കുസൃതി കുടിക്കാണ്. അപ്പോൾ അമ്മൂമ്മയെ ഒന്ന് ഇങ്ങനെ എൻഗേജ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് one day I spotted making തിരി, വിളക്ക് തിരി പൂജാമുറിയിലേക്ക് വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു ഫൺ അമ്മൂമ്മ അതുകൊണ്ട് നിർത്തുകയാണെങ്കിൽ പിന്നെ ഞാൻ ഈ എൻ്റെ എഡ്യൂക്കേഷൻ്റെ എൻ്റെ എക്സ്പോഷറിൻ്റെ ഒക്കെ എന്താണ് പിന്നെ എൻ്റെ വാല്യൂ? ഇഫ് ഐ കനോട്ട് പ്രൊമോട്ട് സച്ച് എ നോബിൾ പ്രോഡക്റ്റ് ഒരു പ്രോജക്റ്റ്, ഞാൻ പിന്നെ വീട്ടിലിരിക്കുകയാണ് നല്ലത്. ഐ ജസ്റ്റ് ഗിവ് അപ്പ് എവറിത്തിങ്. ഞാൻ ഒരു പണിക്ക് ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. ഇഫ് ഐ കനോട്ട് പുഷ് ദിസ്. അപ്പം അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. അതിൽ നിന്നാണ് നെക്സ്റ്റ് ലെവലിലേക്ക് പോയപ്പോൾ ഐ നീഡ് ഇതൊരു ആൾക്കാരിൽ എത്തിക്കാൻ ഒരു വോയിസ് വേണം. അപ്പം ഫസ്റ്റ് ഇമേജ് ദാറ്റ് കേം ടു മൈ മൈൻഡ് വാസ് മോഹൻലാലിൻ്റെ. കാരണം അദ്ദേഹത്തിന് നമ്മൾ അതേപോലെ ഐ കുഡ് റീച്ച് ഹിം. അത് ദ മൊമെൻ്റ് ഐ ടോൾഡ് ഹിം, പുള്ളി പറഞ്ഞു എന്നാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ ഞാൻ വേണോ അങ്ങനെയൊന്നും അല്ല, എന്നാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഈ ചിത്രാഞ്ജലിയിലെ സ്റ്റുഡിയോയിൽ വെച്ച് ഞാൻ കണ്ടത്, ഇവിടെ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തേക്കട്ടെ ഡേറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം അതേ അങ്ങനെ ചെയ്തു. നെക്സ്റ്റ് വീക്ക് ഞാൻ അതിൻ്റെ ഒരു കണ്ടന്റ് ടെക്സ്റ്റൊക്കെ ആയിട്ട് ചെന്നു. അദ്ദേഹം ഒരു 3-4 തവണ എല്ലാ പിച്ചിലും എല്ലാ ടോണിലും ഇത് റെക്കോർഡ് ചെയ്തിട്ട് പറയുകയാണ് ഇത് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് എടുത്തോളൂ എന്ന്. അപ്പോൾ അതങ്ങനെ മുമ്പോട്ട് പോവാണ്. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ എങ്ങനെയാണ് പോകണ്ടേ ഓർത്തിരിക്കുമ്പോഴത്തേക്കും DC ബുക്സിൽ ചെന്ന മിസ്റ്റർ രവി DC ഈസ് എ ഫാമിലി ഫ്രണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു ഇഷ്യൂ ഇതിലും നല്ലൊരു ഇന്നോവേഷൻ വരാനില്ല, ഒരു കാര്യം ചെയ്യാമോ, ഞങ്ങൾ 10,000 രാമായണം അടുത്ത 3 മാസത്തിൽ ഞങ്ങൾ ഇറക്കാൻ പോവാണ്. ഞങ്ങൾക്ക് ഓരോ ബുക്കിലും വയ്ക്കാനായിട്ട് ഓരോ പാക്കറ്റ് 30 വിക്സ് വെച്ച് തരാൻ പറ്റുമോ? 3 ലക്ഷം തിരിയുടെ ഓർഡറാണ് അദ്ദേഹം അന്ന് തന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു രാമായണ മാസി കൊടുക്കാനുള്ള തെളിക്കാനുള്ള തിരിയും കൂടെ ഞങ്ങൾ തരികയാണെന്നുള്ളതാണ് ഞങ്ങൾ ഇതിനകത്ത് പറയാൻ പോണത്. അപ്പോൾ ഇതിലും ഒരു മേന്മയേറിയ തിരി എവിടെ കിട്ടാനാണ് അല്ലേ? അമ്മൂമ്മമാരാണ് അവരുടെ പ്രാർത്ഥനയും സ്നേഹവും കമ്പാഷൻ ബ്ലെസ്സിങ്സ് എല്ലാം കൂടെയാണ് ഇതിനകത്ത് ഇൻ്റർട്വൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ തിരിയിലും. അപ്പം നമ്മൾ ദീപം തെളിക്കുന്നത് വിശേഷമാണെന്ന് വിചാരിക്കുന്നുണ്ട്, ഇതാണ് കാരണം ഇതിലും മനം തെളിയാത്ത ഒരു ദേവനുമില്ല. അപ്പോൾ അങ്ങനെ ആണ് അത് ബുക്കുകളിലേക്ക് എത്തുന്നത്. പിന്നെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടും അവരും എല്ലാം അതിനെ നമുക്ക് അവരുടെ പല ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുത്തു തുടങ്ങി. സോ ഫൈനലി ഇത് BBC 15 ചേഞ്ച് മേക്കേഴ്സിൻ്റെ സ്റ്റോറി ഇന്ത്യയിൽ ചെയ്തപ്പം അമിതാഭ് ബച്ചൻ സ്റ്റാർ പ്ലസിലൂടെ ദീപാവലിക്ക് സ്പെഷ്യലായിട്ട് ചെയ്ത ഷോ ഇതായിരുന്നു, അമ്മൂമ്മ തിരിയായിരുന്നു. സോ ജസ്റ്റ് ഇമാജിൻ, ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത് ഈ അമിതാഭ് ബച്ചൻ്റെ ശബ്ദത്തിൽ happened and he was doing a special അദ്ദേഹത്തെ ഫോർ നോട്ട് ടേക്കിംഗ് ദിസ് തിരി. അതെങ്ങനെ ആ 10 അമ്പലത്തിൽ തീരേണ്ട ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അമ്മൂമ്മത്തിരി എന്ന് പറയുന്നത്. ജസ്റ്റ് ബിക്കോസ് ദേ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ്, ജസ്റ്റ് ലുക്ക് അറ്റ് ദ വേ ഇറ്റ് ഹാസ് ഗ്രോൺ അല്ലേ? അപ്പോൾ അതുകൊണ്ട് വെന്നെവർ അതെനിക്ക് ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. സോ വെന്നെവർ ഐ ഹിറ്റ് എ ബ്ലാങ്ക് വാൾ, ഒരു കോർണർ ഹിറ്റ് ചെയ്യുമ്പം ഐ നോ ദർ ഇസ് സംതിങ് അമേസിങ് വെയിറ്റിംഗ് ജസ്റ്റ് ബിഹൈൻഡ് ദാറ്റ്. അപ്പോൾ എനിക്ക് ഐ നോ ആ ചാലഞ്ച് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ജസ്റ്റ് മേ ബി ഐ എം നോട്ട് സ്കിൽഡ് ഇനഫ്, എനിക്കെൻ്റെ നെറ്റ്വർക്ക് പോരായിരിക്കാം, അതിലെന്തോ എൻ്റെ ഒരു ഇൻഎഫിഷ്യൻസിയാണ് വാട്ട് ഈസ് ആക്ച്വലി സർഫസ്ഡ് ആസ് എ ചാലഞ്ച്. സോ ദ മൊമെൻറ്റ് ഐ ടേക്ക് കെയർ ഓഫ് ദാറ്റ്, ഐ അപ്ഗ്രേഡ് മൈസെൽഫ്, the whole thing changes. അപ്പോൾ അത് ഇതുവരെ ചാലഞ്ച് എന്ന് വിചാരിച്ചിരുന്ന സംഗതി ഈസ് നോട്ട് എ ചാലഞ്ച് എനിമോർ. അപ്പോൾ അങ്ങനെ എവറിത്തിങ്, അപ്പോൾ എനിക്ക് ചലഞ്ച് വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ദിസ് ഇസ് സംതിങ് ഷോർട്ട് കമ്മിങ് ഫ്രം മൈ സൈഡ്, എൻ്റെ എന്തോ ഒരു കുഴപ്പമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ എനിക്കിപ്പം എനിക്കറിയാം, മാത്രമല്ല ദിസ് ഈസ് ടൈം ഫോർ മീ ടു ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ എന്നുള്ളതും അറിയാം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പേപ്പർ പെൻ ചെയ്തപ്പോഴാണെങ്കിലും ഗൂഗിളിലും വിപ്രോയിലും ഇൻഫോസിസ് ദേ ആർ ഓൾ ടേക്കിംഗ് അവർ പെൻ. അപ്പം CSR പാർട്ട്ണറായിട്ടാണ് അവരിപ്പോൾ നമ്മളെ വെച്ചിരിക്കുന്നത്. ബിക്കോസ് ദ വാല്യൂസ് ദാറ്റ് വി ഹാവ് ആഡഡ് ടു എവറി സിംഗിൾ പ്രോഡക്റ്റ് ദാറ്റ് ഐ മേക്ക്. ഞാൻ സ്റ്റീവ് ജോബ്സിൻ്റെ വലിയ ഫാനാണ്. സോ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നല്ലേ, ആൻഡ് ഇറ്റ്സ് എ ഫോൺ ഓൾസോ. അങ്ങനത്തെ ഒരു 20 ഗാഡ്ജറ്റിന് പകരമാണ് നമുക്ക് ആ ഒരു ഫോൺ കിട്ടിയിരിക്കുന്നത്. അതേപോലെ വെൻ ഐ മേഡ് ദിസ് പെൻ ഐ തോട്ട് അതിനകത്ത് വരുന്ന ഫസ്റ്റ് ഓഫ് ഓൾ വേസ്റ്റ് ഓഫ് അപ്സൈക്ലിംഗ് ഓഫ് പേപ്പർ വേസ്റ്റ്. അതിനകത്ത് പിന്നെ നമ്മൾ ചെയ്യുന്ന മുഴുവൻ വിമനാണ്. അതിൻ്റെ അകത്ത് വി ആർ റെഡ്യൂസിങ് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ബിക്കോസ് ഓൺലി ദ റീഫിൽ ഈസ് പ്ലാസ്റ്റിക്. അത് കഴിഞ്ഞതിനകത്തൊരു വിത്ത് വെച്ചിട്ടുണ്ട്. സോ വി ആർ ആക്ച്വലി ഗിവിങ് ബാക്ക് എ ട്രീ. കാരണം ദ പേപ്പർ വാസ് പ്രൈമർലി മെയ്ഡ് ഔട്ട് ഓഫ് കട്ടിങ് എ ട്രീ അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ പേപ്പറാക്കി സാധാരണ ആൾക്കാർ എഴുതി കഴിഞ്ഞ് കളയുന്നതിനെ വി ഹാവ് എക്സ്റ്റെൻഡഡ് ദ ലൈഫ് ഓഫ് ഇറ്റ് ബൈ അപ്സൈക്ലിംഗ്, ദാറ്റ് ഈസ് റീപർപ്പസിങ് ഇറ്റ് ഇൻ ടു സംതിങ് മോർ യൂസ്ഫുൾ, എ പെൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും വി ആർ ഗിവിങ് ബാക്ക് എ ട്രീ. ട്രീയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇറ്റ് ഗിവ്സ് ഔട്ട് ഓക്സിജൻ,
the way it supports so many living creatures, അല്ലേ? അപ്പോൾ ഒരു ട്രീയുടെ നമ്മൾ വെറുതെ ഒരു വില നോക്കുകയാണെങ്കിൽ അതിൻ്റെ വുഡിൻ്റെ വിലയാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, അല്ലേ? വെൻ യു സേ അബൌട്ട് വാല്യൂ ഓഫ് എ ട്രീ, അതല്ല ഇതിനകത്ത് തരുന്നത്. ഇപ്പോൾ if we were to buy the oxygen that it has been producing through the entire lifetime, or the living creatures that it was supporting, or the way it was preventing soil erosion, നമ്മളിപ്പോൾ ജിയോ മെംബ്രെയിൻ ഒക്കെ ഇട്ട് ഇത് പ്രിവെൻറ്റ് ചെയ്യണമായിരുന്നെങ്കിൽ, and the fruits and the leaves and the so many other things that tree is contributing in its lifetime, 36 lakhs equivalent ആയിട്ടുള്ള വാല്യൂ ആണ് ഒരു ട്രീ തരുന്നത്. So this pen is going to give you 36 lakhs worth of something. അതാണ് ഞാൻ ഈ 12 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് 36 ലക്ഷം രൂപയാണ് ഞാൻ ഈ തരുന്നത്. ഓർ ദിസ് ഇസ് എ മിനി ഓക്സിജൻ സിലിണ്ടർ. അപ്പോൾ അവർ പിന്നെ അതിനകത്ത് പേനയെ കാണുന്നില്ല. ഓൺലി ദാറ്റ് ദി സീ ഈസ് എ സൊല്യൂഷൻ ടു സെവറൽ ഓഫ് ദർ പ്രോബ്ലംസ്. അവർക്കൊക്കെ ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കണമെന്നുണ്ട്, ബട്ട് ദേ ഡി നോ ഹൗ ടു ഡു ദാറ്റ്. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഈസ് ടു യൂസ് എ ഇങ്ക് പെൻ. പക്ഷേ പലർക്കും അത് ഭയങ്കര മെൻ്റൽ ബ്ലോക്ക് ആയതുകൊണ്ട് ദിസ് ഈസ് ബിക്കമിങ് ആൻ ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ ഫോർ ദം ടു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് മാത്രമല്ല കോൺഫറൻസസ് ഇപ്പം കമ്പനീസിനൊക്കെ ദേ കനോട്ട് ജസ്റ്റ് ഗിവ് ഔട്ട് ഇങ്ക് പെൻസ് ടു എവറിബഡി, അല്ലേ? സോ ദാറ്റ് ഈസ് വൈ ദേ ഓൾ അസോസിയേറ്റഡ് വിത്ത് ദിസ്, ബിക്കോസ് ദേ ഫൈൻഡ് ദാറ്റ് ദർ ഇസ് എ women empowerment happening, there is waste management happening here, there is a more sustainable living that is happening here. അപ്പോൾ അവരുടെ CSRൽ വെച്ചിരിക്കുന്ന പല പ്രിൻസിപ്പിൾസും ദേ ആർ ഏബിൾ ടു മീറ്റ് ത്രൂ ജസ്റ്റ് വൺ സിംഗിൾ പ്രോഡക്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മളോട് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് CSR ഫണ്ട്സ് ഓരോന്നിനും കിട്ടുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയേണ്ട കാര്യമുള്ളൂ. അവർ ചോദിക്കുന്നത് എത്രയാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ ഇതിന് വേണ്ടി തന്നെ സാറിനോട് ഞാൻ എൻ്റെ ഇപ്പോൾ റീസെൻറ്റ് പ്രോജക്റ്റിനെ പറ്റി ചോദിക്കുമ്പോൾ ഒരു ലെറ്റർ എഴുതുക, ഷുഡ് ഐ ബി ആൻ ഇൻവെസ്റ്റർ എന്നാണ് സാർ ആദ്യം ചോദിക്കുന്നത്. ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ഐഡിയ, ഷുഡ് ഐ ബിക്കം ആൻ ഇൻവെസ്റ്റർ. ഞാൻ ഐ ടെൽ യു അബൌട്ട് ദാറ്റ് ലേറ്റർ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഷയ്യ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ചെയ്തു. ദറ്റ്സ് എ മാട്രസ് മെയ്ഡ് ഓഫ് the scrap of actually the tailoring scrap that comes out when you make the mask and the PPE gowns. But I am a fashion designer and jewelry designer as well, so I know the amount of waste that generates at the production house itself. ആ സോഴ്സിൽ ഇപ്പോൾ ഞാൻ ഈ കൈയും കഴുത്തും ഒക്കെ നമ്മൾ ഡ്രസ്സിൻ്റെ വെട്ടുമ്പോൾ എത്ര 1 മീറ്ററിൻ്റെ ബ്ലൗസിൻ്റെ തുണി കൊടുത്താൽ is a big pollutant എൻവയൺമെൻറ്റിന്. അപ്പം ഈ ഓരോ കുഞ്ഞു കഷ്ണവും ഒരു വലിയൊരു എന്താ നേച്ചറിൻ്റെ എൻവയൺമെൻറ്റ് അഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുകയാണ് ഓരോ സിംഗിൾ പീസും. അപ്പോൾ ഐ വാണ്ടഡ് ടു ഒപ്റ്റിമൈസ് ദാറ്റ് റിസോഴ്സസ്. സോ ഐ ഹവ് ബീൻ കളക്ടിങ് ദിസ് വേസ്റ്റ് scrap actually and trying to make it into a mattress sort of to donate it to the homeless people. അപ്പോൾ അതിങ്ങനെ തുടങ്ങിയിരിക്കുന്ന സമയത്താണ് ഈ നമ്മളുടെ കോവിഡിൻ്റെ വന്നതും. ആൻഡ് വെൻ ദ കോവിഡ് കേസസ് സ്റ്റാർട്ടഡ് സ്പൈക്കിംഗ് ഇൻ കേരള there was a huge demand for mattresses. Like government ordered every panchayat to come up with the first line treatment centers, FLTCs. That is almost 1000 panchayats ആണ് നമുക്ക് കേരളത്തിലുള്ളത്. അപ്പോൾ around 50,000 mattresses demand ആണ് all of a sudden, like in a month's time that they need to furnish. അപ്പോൾ ഈ ലോജിസ്റ്റിക്കലി ഡ്യൂ ടു ദ ക്ലോസ് ഡൗൺ ഓഫ് ദ നമ്മുടെ ബോർഡേഴ്സ് ഒക്കെ കാരണം ours is a consumer state, we depend on everything from other states, അല്ലേ? So they couldn't actually procure the required mattresses and things from there. അപ്പം ഇവിടെ എങ്ങനെ ഞാനപ്പം one thing I always do is I talk to നമ്മുടെ ബാർബറിൻ്റെ അടുത്ത് സംസാരിക്കും, പോസ്റ്റ്മാൻ്റെ അടുത്ത് സംസാരിക്കും, ഓട്ടോയിൽ പോയാൽ അയാളുടെ അതിൻ്റെ കഥ മുഴുവൻ ചോദിക്കും, അയാൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് വരുമാനം, എന്തായിരുന്നെങ്കിൽ ബെറ്റർ ആവുമായിരുന്നു. ഒരു പച്ചക്കറി കടയിൽ പോയാൽ അയാളുടെ ഫൈനാൻസിൻ്റെ സംഗതികൾ ചോദിക്കും. സോ ഐ കൈൻഡ് ഓഫ് പറ്റുന്ന അത്രയും ഫീൽഡ്, ഐ കോൾ മൈസെൽഫ് എ ജനറലിസ്റ്റ്, ഡീപ്പ് ജനറലിസ്റ്റ് ആണ്. ബിക്കോസ് ഞാൻ എന്തെല്ലാം എവിടെയെല്ലാം ഫീൽഡ്, ദോ ഐ ഫീൽ ദാറ്റ് ദർ ഇസ് നോ ഡയറക്റ്റ് കണക്ഷൻ ടു മൈ കരിയർ ഓർ വാട്ട് എവർ ഐ ഡു, ഞാൻ അതിൽ ലിമിറ്റ് ചെയ്യില്ല. അതുപോലെ ചെണ്ടപ്പുറത്ത് കോൽ വയ്ക്കുന്നിടത്ത് എല്ലാം വോളണ്ടിയർ ചെയ്യാൻ പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു സൊസൈറ്റിയെ പറ്റിയിട്ട് പല പോക്കറ്റ്സ് ഓഫ് ലൈഫിലുള്ള ആൾക്കാരുടെ ലൈഫിനെ പറ്റിയിട്ടും what is actually needed for them, ഇതെല്ലാം നമ്മുടെ ഡേറ്റയിൽ ഇങ്ങനെ കിടക്കുകയാണ്. യു മൈറ്റ് നീഡ് ഓൺലി മേ ബി ആഫ്റ്റർ ലൈക്ക് 5 years ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഷടയെന്ന് പൊങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇൻഫർമേഷൻ എപ്പോഴും കളക്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോവിഡിന് ഞാൻ അവിടുത്തെ ലോക്കൽ പഞ്ചായത്തിൽ എപ്പോഴും വിളിച്ച് ചോദിക്കുമായിരുന്നു, എന്താ നമ്മുടെ പ്രശ്നം എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എവിടെയൊക്കെ നമുക്കൊരു ആൾക്കാരുടെ സപ്പോർട്ടോടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബെറ്റർ ആക്കാൻ പറ്റുമോ, ഞങ്ങൾ വോളണ്ടിയർ ചെയ്യാൻ വരണോ, ഇങ്ങനെ എപ്പോഴും ചോദിച്ചപ്പോഴാണ് ഒരു ദിവസം ചേച്ചി പറഞ്ഞത് നമുക്ക് കിടക്കയുടെ വലിയൊരു ഷോർട്ടേജ് ഉണ്ട് ലക്ഷ്മി, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തി, ഓക്കെ ഞാൻ ഈ തുണിയുടെ ഇത് വെച്ചിട്ട് ഒരു ചെറിയ പ്രോജക്റ്റ് തുടങ്ങിയിരുന്നല്ലോ, വൈ ഡോണ്ട് ഐ റീഇൻട്രൊഡ്യൂസ് ഇറ്റ് എന്ന് വിചാരിച്ചിട്ട് ഈ തയ്യക്കടകളിൽ വിളിച്ചപ്പോൾ എന്താ എല്ലാ ബുട്ടീക്സും ഒക്കെ അടച്ചിരിക്കുകയാണ് അല്ലേ. സോ ദേ ഓൾ ഹാഡ് ഷിഫ്റ്റഡ് ടു മേക്കിംഗ് ദീസ് ഗൗൺസ് ആൻഡ് മാസ്ക്സ്. അപ്പോൾ എല്ലാവരും അവരുടെ ടൈലേഴ്സിനെ എൻഗേജ് ചെയ്തിരിക്കാൻ വേണ്ടി എവറിബഡി സ്റ്റാർട്ടഡ് മേക്കിംഗ് ദിസ്. സോ ഐ കുഡ് ഓൺലി ഫൈൻഡ് ദീസ് സ്ക്രാപ്സ് ദെയർ.
അപ്പോൾ അവിടെ ചെന്ന് അത് കളക്ട് ചെയ്തിട്ട് അത് നോക്കിയപ്പോഴാണ് ദിസ് ഇസ് സോ എന്താ സുപ്പീരിയർ ടു ദ ക്ലോത്ത് ദാറ്റ് ഐ വാസ് യൂസിങ്. അങ്ങനെ ക്ലോത്തിനകത്ത് ഡസ്റ്റ് ഇതൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നല്ല മാഷ്മെലോ പോലെ ഇരിക്കും. ആ യെല്ലോ ഒക്കെ കണ്ടിട്ടില്ല നമ്മൾ, നല്ല സോഫ്റ്റാണ്, അതിനകത്ത് ഡസ്റ്റ് ഇല്ല. മാത്രമല്ല പലരും ഇപ്പോൾ ഒരു 100 ലെയേഴ്സ് ഇട്ടിട്ട് മെഷീൻ കട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിലത്തെ ഇറ്റ്സ് ടോട്ടലി അൺടച്ച്ഡ്. മനസ്സിലായി, വെട്ടുമ്പോൾ അവർ സൈഡിലേക്ക് മാറ്റി 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 ഇടുന്ന സാധനം നമ്മളീ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഡസ്റ്റും ഒന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് സാധാരണ നമ്മൾ മാട്രസ് വിചാരിക്കുമ്പോൾ ദ നോർമൽ ഇമേജ് ദാറ്റ് വി ഹാവ് ഈസ് ലൈക്ക് ദ കുഷ്യൻ, അതിനൊരു കവർ ഉണ്ടാവും, അതിനകത്ത് യു ഫിൽ ഇൻ വിത്ത് സംതിങ്. അപ്പോൾ ഈ ഒരു മാട്രസ് ആകുമ്പോഴത്തേക്കും ദെൻ ഐ വുഡ് നീഡ് എ ബിഗ് ഒരു വലിയ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു മേക്ക് ഇറ്റ് ഇൻ ടു എ കവർ സോർട്ട് ഓഫ്. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ, കാരണം അതിനകത്ത് ഭയങ്കര കോസ്റ്റ് വരും. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ ഒരു കവറോ ഇങ്ങനെ മെറ്റീരിയലോ ഇല്ല, അത് ജസ്റ്റ് ബൈ ദാറ്റ് സ്ക്രാപ്പ് അലോൺ വാട്ട് ക്യാൻ ഐ ഡു, ഹൗ ക്യാൻ ഐ മേക്ക് എ മാട്രസ്. അപ്പോഴാണ് ഞാൻ ഓർത്ത് പണ്ട് ഈ അമ്മൂമാരൊക്കെ കൊച്ച് ഇങ്ങനെ ടെലിഫോണിൻ്റെ അടിയിൽ വെക്കാനൊക്കെ ആയിട്ട് പിന്നി കൊച്ചു ടേബിൾ മാറ്റൊക്കെ പോലെ ഉണ്ടാക്കുന്നൊരു സംഭവം ഞാൻ പണ്ട് എവിടെയോ ചെയ്തതോ എന്തോ കണ്ടത് ഓർമ്മയുണ്ട്. സോ ഐ തോട്ട് ഓക്കെ ലെറ്റ് മീ ഡു ദ സെയിം തിങ്. അതേപോലെ ഇത് മുടി പിന്നുന്ന പോലെ ഈ സ്ക്രാപ്പ് കുറേ നീളത്തിലുണ്ടാവും, കുറച്ച് ചെറുതായിരിക്കും. ആ പിന്നുമ്പോൾ ഉള്ള ഗുണം എന്താ, നമ്മൾ പണ്ട് തിരുപ്പനൊക്കെ വെക്കുമ്പോൾ കൊച്ചു മുടി ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ട് പോകാം അല്ലേ. അപ്പോൾ അതേപോലെ സ്ക്രാപ്സ് ആഡ് ചെയ്ത് ഇതിനെ നീളത്തിൽ ഒരു ഹനുമാൻ്റെ വാല് പോലെ ഒരു സാധനം ഒരു റോപ്പാക്കി മാറ്റി. അപ്പോൾ 6 feet by 2.5 feet ആണ് ദാറ്റ്സ് യു റിക്വയർ ഫോർ മേക്കിംഗ് എ മാട്രസ്. അപ്പോൾ ആ സൈസ് വേണമെങ്കിൽ ഇത് റോപ്പ് എടുത്ത് നോക്കി ഒരു 37 meters വേണം. ആൻഡ് വാട്ട് ഐ ഡിഡ് വാസ് ഒരു പ്ലൈവുഡിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിനെ ചുമ്മാ ഇങ്ങനെ സിഗ്സാഗ് ഇങ്ങനെ വെച്ചിട്ട് അതിനെ ടൈ ചെയ്തു. അപ്പോൾ ടൈ ചെയ്യുമ്പോൾ എല്ലാം ഇറ്റ്സ് ഓൾ ഇൻടാക്ട് അല്ലേ. അപ്പോൾ ഇറ്റ് ബിക്കംസ് വൺ സിംഗിൾ മാട്രസ്. അപ്പോൾ ഇതിനകത്ത് സൂചി വേണ്ട, നൂല് വേണ്ട, മെഷീൻ വേണ്ട. ഇഫ് യു നോ ഹൗ ടു ബ്രെയ്ഡ് യുവർ ഹെയർ യു ക്യാൻ മേക്ക് എ മാട്രസ്. അങ്ങനെ 30 വിമലിനെ ഞാൻ അവിടുത്തെ അപ്പം തന്നെ ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് ജോലി നഷ്ടപ്പെട്ട ചേച്ചിമാരെ അതിനകത്ത് എംപ്ലോയ് ചെയ്തു. ആൻഡ് ദേ കുഡ് ഓൾ മാസ്റ്റർ ദിസ് ക്രാഫ്റ്റ് ലൈക്ക് ഇൻ ലൈക്ക് 10 minutes ബിക്കോസ് എവറിബഡി നോസ് ഹൗ ടു ബ്രെയ്ഡ് ദ ഹെയർ. അങ്ങനെ അവർക്ക് 330 rupees ഓരോ ദിവസവും അവർക്ക് ഈ പണിയില്ലാത്ത സമയത്ത് ത്രൂ ദിസ് ദേ വർ മേക്കിംഗ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു ഫോർ ദ ടൈലേഴ്സ് ബിക്കോസ് ദിസ് ഹാസ് എ പ്ലാസ്റ്റിക് കണ്ടന്റ്. അറിയാലോ, ഒരു പ്ലാസ്റ്റിക് ലെയർ ഉണ്ട്. സോ ദേ കുഡൻ ജസ്റ്റ് ബേൺ ഇറ്റ് ദ വേ ദേ വേ ബേണിങ് ദ ഫാബ്രിക്. കാരണം ഇത് ഭയങ്കര എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഉണ്ടാക്കും. മാത്രമല്ല അത് കത്തിപ്പോവില്ല, ഒരു വലിയ ഉണ്ടയായിട്ട് ഇങ്ങനെ മാറുകയുള്ളൂ. സോ ദേ ഹാഡ് ബീൻ സ്റ്റോറിങ് ഓൾ ദീസ് ഇൻ ദെയർ വെയർ ഹൗസസ് വലിയ ചാക്കിൽ. അപ്പം ഞാനിത് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നപ്പോൾ അവർ പറയുന്നു, അയ്യോ അങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അവിടെ കൊണ്ട് ഇറക്കിക്കോളാം. കാരണം അത്രയും ഞങ്ങൾ ഇത് എവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്ന അറിയാതിരിക്കുമ്പോഴാണെന്ന് പറഞ്ഞിട്ട് അവർ പറയാം, ഞങ്ങൾ ഡിസ്പോസ് ചെയ്തിട്ട് പറയാം ഞങ്ങൾ ഫോൺ ഓഫ് ചെയ്യാൻ പോകും, ലക്ഷ്മി തിരിച്ചെടുക്കാൻ എങ്ങാൻ പറഞ്ഞാലോ എന്ന് ഓർത്തിട്ട് വി ആർ ഗോണ ടേൺ ദ ഫോൺ ഓഫ്, ഇത് ഇനി ലക്ഷ്മി എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരാളറിഞ്ഞു, മറ്റയാളറിഞ്ഞു, അങ്ങനെ 6-7 പേര് നിങ്ങൾ ഈ സ്ക്രാപ്പ് എടുക്കുന്നത് കേട്ടല്ലോ, കൊണ്ട് ഇറക്കുക ഓരോരുത്തരും. പക്ഷേ ഒരു 2ാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്കും കിലോയ്ക്ക് 5 രൂപ കിട്ടിയാലേ തരാവുള്ളൂ എന്നൊക്കെ ആയി തുടങ്ങി. കാരണം ഈവൻ ദാറ്റ് സ്ക്രാപ്പ് ഹാഡ് വാല്യൂ ദെൻ അല്ലേ. അപ്പം ഞാൻ എപ്പോഴും പറയും ദർ ഇസ് നത്തിങ് കോൾഡ് വേസ്റ്റ്, ഇറ്റ്സ് ഓൺലി ദ വേ യു ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഒരു വേസ്റ്റ് എന്നുള്ളത് പറഞ്ഞാൽ മേ ബി നമ്മൾ മാത്രമാണ് ഈ ഭൂലോകത്തൊരു വേസ്റ്റ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് അല്ലേ. നമ്മളെ കൊണ്ടാണ് വേറെ ഒരു ജന്തുവിനും ഒരു ഗുണമില്ലാത്തത്. പക്ഷെ നമ്മളിതിനെ മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മൾ എന്നിട്ട് വലിയ ജസ്റ്റ് ഷെയിംലെസ്ലി നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ബിക്കോസ് ഹർ ഹ്യൂമൻ ഇൻ്റലക്ട് കനോട്ട് ഫൈൻഡ് എ യൂട്ടിലിറ്റി ഫോർ സംതിങ് വി ഷെയിംലെസ്ലി റിഗാർഡ് ഇറ്റ് ആസ് വേസ്റ്റ് അല്ലേ. അപ്പോൾ ഈ വേസ്റ്റ് എന്ന് വെച്ചിരുന്ന സാധനത്തിന് 5-7 രൂപയായി 2-3 മാസമായപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഒരു ടഫ് എന്നൊരു വേർഡ് ടിൽ യൂട്ടിലിറ്റി ഫൗണ്ട് എന്നുള്ളൊരു രീതിയിൽ വല്ലതും നമ്മൾ പറയണം. വി കനോട്ട് കോൾ എനിത്തിങ് വേസ്റ്റ്. ഇപ്പോൾ ചേക്കുട്ടിയുടെ തന്നെ സ്റ്റോറി എനിക്കൊന്ന് മിക്കവർക്കും അറിയായിരിക്കും. കത്തിക്കാൻ വെച്ചിരുന്ന 21 ലക്ഷം രൂപയുടെ തുണിയിൽ നിന്നാണ് നമ്മൾ ഈ കൊച്ചു പാവകളെ ഉണ്ടാക്കി 3rd month ആയപ്പോഴത്തേക്കും 36 lakhs rupees ആ സൊസൈറ്റിക്ക് കൊടുത്തത്. അത് പിന്നെ 4ാമത്തെ സൊസൈറ്റി നമ്മൾ വർക്ക് ചെയ്തു. അത് UN വരെ റീകൺസ്ട്രക്ഷൻ കോൺഫറൻസിന് ദേ ബിക്കെയിം ദ മാസ്കോട്ട് ഓഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞിട്ട് പീപ്പിൾ സ്റ്റാർട്ടഡ്. ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഈ വേസ്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന സംഗതികളെ നമ്മൾ ജസ്റ്റ് ഇത് കുറച്ച് ട്വീക്ക് ചെയ്തൊന്ന് നോക്കിയാൽ ദാറ്റ് ഹാസ് എനോർമസ് പൊട്ടൻഷ്യൽ. ഈവൻ ഈ അമ്മൂമ്മത്തിരി ഓൾഡ് ഏജ് ഹോമിൽ ഒരു ഗുണവും ഇല്ല, അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന അമ്മൂമ്മമാരാണ് ഇപ്പം 2000-3000 രൂപ ഉണ്ടാക്കിയിട്ട് അവരുടെ ഫാമിലിക്ക് കൊടുക്കുന്നത്. അപ്പം ദേ വെർ ഡിപ്പെൻഡൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, സഡൻലി ദേ ബിക്കെയിം ദ കോൺട്രിബ്യൂട്ടിംഗ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി അല്ലേ. അപ്പോൾ വീട്ടുകാർ കാണാൻ വരുന്നു, മക്കൾ കാണാൻ വരുന്നു, എല്ലാവർക്കും വലിയ സ്നേഹമായി അവരോട്. അപ്പം അങ്ങനെ എപ്പോഴും ആ ഒരു എന്താ നമ്മൾ അതിനകത്തൊരു ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര രസമുള്ള സ്റ്റോറി ഉണ്ട്. ആൻഡ് ഈ മാട്രസിൻ്റെ കണ്ടിട്ട് ഇറ്റ് വാസ് UN ലിസ്റ്റ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസസിൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ഫീച്ചർ ചെയ്ത് നമ്മുടെ ഈ ഷയ്യ മാട്രസ് ആണ്. പിന്നെ ആനന്ദ് മഹീന്ദ്ര ട്വീറ്റഡ് സേയിങ് ദാറ്റ് നമുക്ക് സ്പേസ് റോക്കറ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇന്നോവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, സച്ച് സോഷ്യൽ ഇന്നോവേഷൻ. സോ ഐ ആം റെഡി ടു ബിക്കം ആൻ ഇൻവെസ്റ്റർ, എ പാർട്ട്ണർ ഓഫ് എ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ഒരു മൈലേജ് ആലോചിച്ച് നോക്കല്ലേ. അപ്പം ആൻഡ് CSR ഹാഡ് ബീൻ അവരുമായിട്ട് നമ്മൾ അസോസിയേറ്റഡ് ആണ് താനും. ആൻഡ് വേൾഡ് എക്കണോമിക് ഫോറത്തിലും ഈ ഷയ്യ
ഫീച്ചർ ചെയ്തിരുന്നു ഫ്രം ഇന്ത്യ. അപ്പോൾ ഇപ്പം നമ്മൾ വി ഹാവ് ട്രെയിൻഡ് പീപ്പിൾ ഇൻ 8 countries how to make this. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഐ ഹാവ് അറൌണ്ട് 13 പ്രോജക്ട്സ് റണ്ണിങ് പാരലലി. എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു കൊച്ചൊരെണ്ണം ചെയ്യുന്ന ഇപ്പം കരുണ ഡോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിയേറ്റീവ് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാഷണൽ ഫോറം, നമ്മളിപ്പം സബ്യസാച്ചി പോലുള്ളവരൊക്കെ അതിനകത്ത് അസോസിയേറ്റ് ആണ്. സോ വി ആർ ഓൾ വോളണ്ടിയറിങ്. അതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ എവറി സ്റ്റേറ്റ് വി ആർ ഫീച്ചറിങ് ദ റിച്ച്നെസ് ഓഫ് ആ കൾച്ചർ, ലൈക്ക് നമ്മുടെ വീവിങ്, നമ്മുടെ ആർട്ടിസൻസിനെ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ പോട്ടറി, നമ്മുടെ സാരിയും നമ്മളുടെ വുഡിൻ്റെ വർക്കും, ഇതൊന്നും ലോകത്ത് വേറെ ഒരിടത്ത് ഇതുമാതിരി ഡൈവേഴ്സ് ആയിട്ടുള്ള ഇത്രയും എക്ലക്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളില്ല അല്ലേ. So we wanted to promote it. So every state has a chapter. Creative dignity എന്നാണ് എൻ്റെ പേര്. So we thought, ഈ ചേക്കുട്ടിയുടെയൊക്കെ കണ്ടിപ്പോൾ അവർ ചോദിച്ചു, why don't we come up with a doll to tell the stories of each state. അപ്പം നമുക്ക് ഇവിടുത്തെ നമ്മുടെ സെറ്റുമുണ്ടിൻ്റെ കാര്യം, നമ്മുടെ കഥകളിയുടെ കാര്യം, അതും ഇതെല്ലാം ഈ ഡോളിൽ കൂടെ പറയും. അതേപോലെ തമിഴ്നാട്ടിലുണ്ട്. സോ എവറി സ്റ്റേറ്റ് ഹാസ് എ ഡോൾ നൗ. നമ്മൾ അതിനെ കരുണ ഡോൾസ് എന്നാണ് വിളിക്കുന്നത്, കാരണം കൊറോണയുടെ കാലത്ത് വന്നുകൊണ്ട്. നോട്ട് ദാറ്റ് എവറി സിംഗിൾ പെന്നി ദാറ്റ് ഈസ് റേസ്ഡ് ഗോസ് ടു ദീസ് ആർട്ടിസൻസ്. അപ്പോൾ ആർട്ടിസൻസിൻ്റെ റിവൈവലിനാണ് നമ്മൾ, കാരണം അവരുടെ ആത്മഹത്യകൾ, പിന്നെ അവരുടെ സ്റ്റോക്ക് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഓൾ വാട്ട് വി ആർ ഡൂയിങ് നൗ. അപ്പോൾ കേരളത്തിലെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അടുത്താണ് ഈ ഡോളിൻ്റെ ചെയ്യാൻ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഥകളിയാണ് നമുക്ക് എപ്പോഴും മനസ്സിലുള്ളത് അല്ലേ. അപ്പോൾ അതേപോലെ ഒരു ഫിംഗർ പപ്പറ്റ് പോലെ, നമ്മുടെ ഫിംഗർ ഇതില്ലേ, നമ്മുടെ കൂട്ടാനരിയുമ്പത്തെ വിരലറയില്ലേ, അതിൻ്റെ പുറത്താണ് ഞാൻ ഒരു ചേക്കുട്ടിയുടെ സൈസിലൊരു കഥകളി ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു പച്ച തത്തയും കൂടെ ഉണ്ടാക്കി. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഒരു ലിറ്ററേച്ചറിൻ്റെ ലോകത്ത് തന്നെ ഒരു പാരറ്റ്, ഒരു കിളി നറേറ്റ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഉള്ളത് ഇൻ ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ ആ കിളി നമുക്ക് പച്ചപ്പനന്തത്തെ എപ്പോഴും നമ്മുടെ ഒരു വലിയൊരു സംഭവം തന്നെ യുണീക്നെസ് ആണ്. അപ്പോൾ ഈ കഥകളി ഉത്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്, വൈറ്റ് സാധനം അറിഞ്ഞൂടെ, അടിയിൽ റെഡ് സാധനമൊക്കെ ഇട്ട്. അപ്പോൾ കഥകളിയുടെ അതേ സാധനം ഞാൻ ഈ കിളിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഥകളിയും കഥകിളിയുമാണ്. ഇവർ രണ്ടുപേരും കൂടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ കഥ പറയാനായിട്ട് ലോകത്തേക്ക് പോകുന്നത്. അപ്പം ഈ കഥകളിയിലൂടെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇറ്റ്സ് അബൌട്ട് സ്റ്റോറി ടെല്ലിംഗ്, ദ ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് ദേ പ്ലേ, ദ ഡ്രാമ, ദ ഫേസ് പെയിൻറ്റിംഗ്, ദ വുഡൻ സ്കൾപ്ചർ, ദ ജ്വല്ലറി ഡിസൈനിങ്, ദ കോസ്റ്റ്യൂം ഡിസൈനിങ് ആൻഡ് ദ പീപ്പിൾ. ഇതെല്ലാം ആർട്ടിസൻസ്. ഇത് മുഴുവനും when you cover through the Kathakali, this Kathakali says about the environment, പരിസ്ഥിതി, പക്ഷി മൃഗ ലഗതാദികളുടെ കാര്യമാണ് ഈ കിളി പറയുന്നത്. അങ്ങനെ those two together pack the entire every aspect of Kerala. അപ്പോൾ ഇവർ രണ്ടുപേരോടാണ് യാത്രയായത്. അപ്പോൾ ഇതിപ്പം ഭയങ്കര നല്ല ഡിമാൻഡാണ്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് അതിനെ നമ്മൾ പിന്നെ ക്രിസ്മസ് ട്രീയുടെ ഓർണമെൻ്റ് ആക്കി മാറ്റി. ഇപ്പം ടേബിൾ നാപ്കിൻ ഇല്ല, ഡിന്നർ നാപ്കിൻ, അത് ടൈ ചെയ്യുമ്പോൾ ഒരു കൊച്ചു കഥകളിയുടെ രൂപത്തിലാക്കി. അപ്പോൾ അതിന് 300, 500, 600 പീസസ് ഇങ്ങനെ ഓർഡറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഐ ഹവ് ട്രെയിൻഡ് എ ഫ്യൂ പീപ്പിൾ. അപ്പോൾ അതിനകത്ത് ഓരോന്ന് ചെയ്യുമ്പോഴും ഐ മേക്ക് എൻ SOP. ആ കറക്റ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് മൈന്യൂട്ട് ഡീറ്റെയിൽ വരെ അവരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മൂവ് ഔട്ട് ഓഫ് ദാറ്റ് പ്രോജക്റ്റ്. പിന്നെ ഞാൻ അവിടെ ചെന്നാൽ എന്താ തലയും ചൊറിഞ്ഞ് നിൽക്കുന്നതെന്ന് അവർ ചോദിക്കും. ഞങ്ങൾക്ക് അറിയാലോ ചെയ്യാനായിട്ട്, വൈ ആർ യു ഹിയർ എന്നുള്ള പോലെ അവർ ചോദിക്കുന്നത്. അത്രയും നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് ഒരാക്കി തന്നെ ഐ ജസ്റ്റ് നീഡ് ടു സെൻഡ് എ വാട്സാപ്പ്, 300 കഥകളി വേണം, 25 ഇത് വേണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡൺ ആൻഡ് ഇറ്റ് വിൽ ബി സെൻഡ് ബൈ കൊറിയർ. അങ്ങനെയാണ് ആ വിമനെ മുഴുവൻ ട്രെയിൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഐ ആം ഓൾവേസ് ഇൻ എ വെക്കേഷൻ മൂഡ്. നമ്മൾ ആ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം ഞാൻ ശരിക്കും അവരുടെ കൂടെ ഇരുന്നാൽ മതി. ഇപ്പോൾ പെൻ ചെയ്യുമ്പോഴും ഓരോരുത്തർ ചെയ്യുമ്പോഴും ഐ കളർ കോഡ് ഇറ്റ്. അപ്പോൾ ഒരു അമ്മിണി ചേച്ചി ചെയ്യുന്ന ഒരു സെറ്റ് കാണുമ്പോൾ അതിനകത്ത് ഇത്തിരി അതിൻ്റെ ശരിയായിട്ടില്ലെങ്കിൽ ആ അമ്മിണി ചേച്ചിയുടെ അടുത്ത് പറയും ദിസ് ഈസ് യുവർ പ്രശ്നം എന്താണെന്നുള്ളത്, അതവിടെ പോയിന്റ് ഔട്ട് ചെയ്യും. അങ്ങനെ അവർ ലാസ്റ്റ് ഇത്, കാരണം ഗൂഗിളിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അറിഞ്ഞൂടെ, വിപ്രോയ്ക്ക് കൊടുത്താൽ ഒരെണ്ണം ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ദേ ഗുണ ചെക്ക് ഔട്ട് ദ എൻറ്റയർ തിങ് അല്ലേ. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു ശ്രദ്ധക്കുറവ് നിങ്ങളുടെ ജോലിയാണ് കോസ്റ്റ് ചെയ്യാൻ പോണത് അല്ലേ. നമുക്ക് ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഔട്ട്, എനിക്ക് വേറെ വരുമാനമുണ്ട്, എനിക്ക് എൻ്റെ ഡിസൈൻ ഫീൽഡും സംഗതികളും ഉണ്ട്, പക്ഷേ ഇത് നിങ്ങൾക്ക് വലിയൊരു ബ്രെഡ് വിന്നറും കൂടെയാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി അവരും കൂടെ ഷെയർ ചെയ്യാണ്. ദേ ടേക്ക് ദ ഓണർഷിപ്പ് അതിനകത്ത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ലിറ്ററലി ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതുകൊണ്ടാണ് ഐ ക്യാൻ ഈസിലി റൺ 13 to 14 പ്രോജക്ട്സ് സൈമൾട്ടേനിയസ്ലി. സോ നൗ ഐ ആം ഗോണ ഡു അനദർ വൺസ് എ ന്യൂ വൺ. അത് ഞാൻ ഈ ഒരു ട്രിപ്പ്, അപ്പം ഞാൻ ഈ ഡിജിറ്റൽ ഇതിൻ്റെ നീഡും കൂടി പറയാം. നമ്മൾ ഐ ഡോണ്ട് നോ വെദർ ഹൗ മെനി ആർ അവെയർ ഓഫ് ക്ലബ് ഹൗസ്. അപ്പം ഞാൻ എൻ്റെ ഹൗസിലല്ല ഇപ്പോൾ താമസം, ക്ലബ് ഹൗസിലാണ്. അതുപോലെ ഞാൻ ഐ വാസ് ലൈക്ക് എൻഗേജ്ഡ് ഇൻ ദാറ്റ് ക്ലബ് ഹൗസ്. എന്തിനാന്ന് വെച്ചാൽ മെയിൻലി ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ വാട്ട് ദ നിറ്റിഗ്രിറ്റീസ് ഓഫ് ദാറ്റ് ആൻഡ് ദ സ്കോപ്പ് ഓഫ് ഇറ്റ്.
കാരണം ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ ന്യൂ പ്ലാറ്റ്ഫോം വെയർ യു ക്യാൻ കണക്ട് വിത്ത് ഗസിലിയൻ. ഇപ്പോൾ എനിക്ക് ന്യൂയോർക്കിലെ മേയറിൻ്റെ ഓഫീസിലെ ഒരാളുമൊക്കെ ആയിട്ട് നമ്മൾ ചിറ്റാറ്റ് ചെയ്യുന്ന ലെവലിലാണ്. കാരണം ദ കൈൻഡ് ഓഫ് നെറ്റ്വർക്കിംഗ് ദാറ്റ് ഹാപ്പൻസ് ത്രൂ ഇറ്റ്. ആൻഡ് നമുക്ക് എവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നമ്മൾ എന്താ ഇട്ടിരിക്കുന്നത് ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. യു ജസ്റ്റ് ഹാവ് ടു സ്പീക്ക് അല്ലേ. അതിനകത്ത് ഫോർമാലിറ്റി ഇല്ല. നമ്മൾ വെറുതെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നവർ സംസാരിക്കുക. അതുപോലെ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിൽ പോകുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ഒരു ടോപ്പിക്കാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് എങ്ങനെ ഇതുപോലെ ഒരു ആക്സസ് കിട്ടും? സോ ഐ എം എക്സ്പ്ലോയിറ്റിംഗ് ഇറ്റ് ടു ദ കോർ. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഐ ജസ്റ്റ് തോട്ട് എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ബൈ റോഡ് ഐ എം എ സോളോ ട്രാവലർ, ഡ്രൈവ് ചെയ്ത് പോകും. അപ്പോൾ ഐ തോട്ട് വൈ ഡോണ്ട് ഐ ഇൻറ്റഗ്രേറ്റ് ക്ലബ് ഹൗസ് ഓൾസോ ഇൻ ടു ദിസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയി, കൊച്ചി ടു കാസർഗോഡ്, ഓണത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട്. അപ്പം the main intention was to tell people about the need for supporting local economy. ഇപ്പോൾ ജെഫ് ബെസോസിനെ ട്രില്യണയർ ആക്കുന്നതിന് പകരം നമ്മുടെ അപ്പുറത്തെ ഗോപാലൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ബ്രഷും പേസ്റ്റും മേടിക്കുക. അങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ബിക്കോസ് ഹീ ഈസ് ഗോൺ ക്ലോസ് ഡൗൺ ഹിസ് ഷോപ്പ് ആൻഡ് കമ്മിറ്റ് സൂയിസൈഡ്. അപ്പം ഈച്ച് ഓഫ് എസ് ഹാസ് എ റെസ്പോൺസിബിലിറ്റി. അതിനുവേണ്ടി നമ്മൾ ലോക്കലി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ കിട്ടാത്ത സാധനങ്ങൾ മേടിക്കുക. പക്ഷേ എവറി സിംഗിൾ തിങ് നമ്മളൊരു ക്ലോത്തിൻ്റെ ക്ലിപ്പ് മേടിക്കണമെങ്കിൽ പോലും നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചു തുടങ്ങി അല്ലേ. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ട്രെൻഡ്. അപ്പോൾ അത് പറയാനും ആൻഡ് ഓൾസോ അബൌട്ട് എ കോൺഷ്യസ് കൺസ്യൂമറിസം. നമ്മൾ ഇങ്ങനെ അറിഞ്ഞ് നമ്മൾ പൈസ ഉണ്ടെങ്കിൽ പ്ലീസ് അത് നമ്മൾ സ്റ്റാർട്ട് ഡിസ്ട്രിബ്യൂട്ടിങ് ഇറ്റ്. എന്നാലേ നമുക്ക് എക്കോണമിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ജേർണിയിൽ ഐ ഇൻറ്റഗ്രേറ്റഡ് ക്ലബ് ഹൗസ് ഓൾസോ ഇൻ ടു ഇറ്റ്. അത് വൺ ഓഫ് ദ ഫസ്റ്റ് പ്രോജക്റ്റ് ദാറ്റ് ക്ലബ് ഹൗസിനെ നമ്മൾ ശരിക്കും റൂമിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നൊരു സംഭവമായിരുന്നു. എങ്ങനെയായിരുന്നു വെച്ചാൽ ഐ ക്രിയേറ്റഡ് എ റൂം. അപ്പോൾ ഞാൻ ഈ മാവേലി പോണ പോലെയാണ് ഓരോ സ്ഥലത്തും ഈ ഓണത്തിന് മുമ്പ് പോയത്. ഓരോ സ്ഥലത്ത് പോവുക, ഗിഫ്റ്റ് കൊടുക്കുക, ആൾക്കാരെ കാണുക, ക്ലബ് ഹൗസിൽ ശബ്ദം മാത്രം കേട്ടവരുടെ മുഖം കാണുക, അവരെ പരിചയപ്പെടുക, അങ്ങനെ ഒരു. അപ്പോൾ ഞാൻ ഈ ട്രാവലും കൂടിയാണ്, ഞാൻ ട്രാവേലി എന്നാണ് അതിന് പേരിട്ടത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കുറച്ച് ഓണത്തപ്പനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയാണ് പോണത്. അപ്പോൾ ആ ട്രാവലിൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ ഐ സ്റ്റാർട്ടഡ് എ ക്ലബ് കോൾ ട്രാവേലി. ഞാൻ ദ മൊമെൻറ്റ് ഐ സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ, ഈ സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്നാണ് തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ത്രൂ ദാറ്റ് വി വാണ്ടഡ് ടു പ്രൊമോട്ട് ദ റിച്ച്നെസ് ഓഫ് ദി സ്റ്റേറ്റ്. ഇപ്പോൾ പല കുട്ടികളും എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ പറയുന്നതൊക്കെ നാശം ഞങ്ങൾ ഈ നാട്ടിൽ സ്റ്റക്കായിരിക്കുകയാണെന്ന്. ദേ ഹാവ് നോ ഐഡിയ അബൌട്ട് ദ റിസോഴ്സസ് ദാറ്റ് ഈസ് ദെയർ ഇൻ ദിസ് ലാൻഡ്. അത് ഇപ്പോൾ ഞാൻ പറയും 2 ദിവസം അവധി കിട്ടിയാൽ നമ്മൾ ഉടനെ പെട്രോണസ് ടവർ കാണാൻ മലേഷ്യക്ക് പോകും. പക്ഷേ നമ്മുടെ കേരള കലാമണ്ഡലം പോയി കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ നമ്മളുടെ ആ റൂട്ട് അറിഞ്ഞില്ലേ. കാരണം ഞാൻ ഭയങ്കര ബെനിഫിറ്റ് ചെയ്ത ഒരാളാണ്. ഞാൻ സെൻറ്റ് ഫ്രാൻസിസ്കോയിലുള്ളപ്പോൾ ന്യൂയോർക്ക് ഫാഷൻ വീക്കിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ആ പാനലിൽ ഡിസ്കഷനിൽ വന്ന് വേറെ മലയാളികളുണ്ടായിരുന്നു, ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു അവിടെ മീസു ആൻഡ് റോഹയുടെ കാര്യവും പാരീസിലെ ഫാഷൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞപ്പോൾ വി നോ ദാറ്റ്. സോ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കഥകളി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതിൻ്റെ അകത്ത് ആ കോസ്റ്റ്യൂം ഫേസ് പെയിൻറ്റിങ് കംപ്ലീറ്റ് ആവാനായിട്ട് അവരൊരു കായ കണ്ണിൻ്റെ അകത്തിടും, അത് ചുമക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഒരു ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാർ ആർട്ടിസ്റ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ആ ലൈഫിനെ. ദേ വർ ഓസ്ട്രക്ക് ഹിയറിങ് ഓൾ ദാറ്റ്. പിന്നെ ഞാൻ നമ്മുടെ കൊച്ചു പായലിൻ്റെ കാര്യം പറഞ്ഞു. നമ്മളിങ്ങനെ യുദ്ധം പോലെ കളിക്കില്ലേ കൊച്ചു പായൽ വെച്ചിട്ട്, അങ്ങനത്തെ കഥകൾ. അവർ പറഞ്ഞു ദീസ് ആർ ദ കൈൻഡ് ഓഫ് സ്റ്റോറീസ് ദാറ്റ് വി ആർ ലുക്കിംഗ് ഫോർ എന്നിട്ട് എന്നെ സെലക്ട് ചെയ്യാണ് ന്യൂയോർക്ക് ഫാഷൻ വീക്കിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മറ്റേ ചെയറും പാരീസിൻ്റെ ഫാഷൻ ഡിസൈനറിൻ്റെ കാര്യം പറഞ്ഞ് ദേ നോ ഓൾ ദീസ്. എൻ്റെ ലോക്കൽ ഇൻഫർമേഷനാണ് എനിക്ക് അവിടെ എത്താനായിട്ട് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മറ്റേ കണ്ണീർ തുള്ളിയുടെ കഥ പറയും. അത് കണ്ണിൽ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ശരിക്കും ഒരു ജെല്ലാണ്, എത്ര കുളിർമ തരുന്നൊരു സാധനം. അത് നേച്ചർ എങ്ങനെയാണ് മഴ വരുമ്പോഴത്തേക്ക് അതിലേക്ക് അത്. സോ ദേ വിൽ ഓൾ ലിസണിങ് ടു ദിസ് പാഷനേറ്റ്ലി. അപ്പം ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട്സ് ഗോണ മേക്ക് യു സ്റ്റാൻഡ് ഔട്ട് എമംഗ് ദ ക്രൗഡ് വെൻ യു ഗോ ടു അബ്രോഡ്. യുനോ ആ മറ്റ് പെട്രോണസ് ടവറിൻ്റെ കഥ പറയല്ലേ, ഈ കഥകളിയുടെ കഥ നിങ്ങൾ പറ, അതിന് ഭയങ്കര മൈലേജ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ നാടിനെ അറിയിക്കാൻ പറ ആദ്യം. അതേപോലെ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് നമ്മുടെ മദ്ദളം എടുക്കുകയാണെങ്കിൽ മദ്ദളത്തിനകത്തൊരു കറുത്ത ഒരു വട്ടം ഉണ്ടല്ലോ ശബ്ദം ഉണ്ടാക്കുന്നത്. അതെന്താണെന്നറിയാമോ? ചോറ് അരച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു കറുത്ത കൽക്കരി ഒരു പൊടിയും ഒരു പ്രത്യേകതരം കല്ലും വെച്ചിട്ട് ആ ലെതറിൻ്റെ മുകളിൽ തൂക്കുന്നതാണ് ആ കറുത്ത സാധനം. ഇത് ഏത് ഫോറിൻ ഇൻസ്ട്രുമെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും, ഏത് വെസ്റ്റേൺ ഇൻസ്ട്രുമെൻറ്റിൽ കാണാൻ പറ്റും അല്ലേ. സോ വെൻ പീപ്പിൾ ടോക്ക് അബൌട്ട് ജാസ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ഐ നെവർ ഗെറ്റ് ഓവർവെൽം. കാരണം ഞാൻ വരുന്ന നാട്ടിലെ ഈ കഥ എന്ന് പറയുന്നത് ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു സാധനമാണ്. വേർ ക്യാൻ യു ഫൈൻഡ് എ ഫുഡ് ഐറ്റം ബീങ് യു കൺവേർട്ടഡ് ഇൻ ടു സംതിങ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ സൗണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ വരുമ്പോഴാണ് അവർക്കും ഓക്കെ നമ്മൾ വി ആർ യുണീക്ക്, നമ്മൾ കുറച്ച് വേറെ ഇതിൽ നിൽക്കുന്നവരാണ്. ആൻഡ് ഹൗ ആ നേച്ചറുമായിട്ട് നമ്മൾ എന്തുമാത്രം ഇൻറ്റഗ്രേറ്റഡ് ആണ് നമ്മുടെ ലൈഫിലെ ഓരോ കാര്യം എല്ലാം അറിയുന്നത് ഡെഫിനറ്റ്ലി ഗിവ് യു ഒരു എക്സ്ട്രാ മൈലേജ് കൊടുക്കും നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും. ബട്ട് ഫോർ ദാറ്റ് യു നീഡ് ടു നോ അബൌട്ട് അവർ ഓൺ ലാൻഡ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ടെക്നോളജി ഉണ്ട്,
നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്കിൻ്റെ അകത്ത് ലോകത്തെ എന്തും അറിയാം, പക്ഷേ ലോകത്തെ അറിയുന്നുണ്ട്, നമ്മൾ നമ്മുടെ നാടിനെ അറിയുന്നില്ല. അപ്പം ഈ ക്ലബ് ഹൗസിൽ ഞാൻ മെയിനായിട്ട് ഈ ട്രാവലിൽ ഞാൻ മെയിനായിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഐ വോണ്ടഡ് പീപ്പിൾ, ഇപ്പം ഇവിടുത്തെ ഫാബ് ലാബ് ഉണ്ടല്ലേ, നമുക്കറിയാം, വേണമെങ്കിൽ ഒരു കാർ വരെ പ്രിൻറ്റ് ചെയ്തെടുക്കാം. അതിനെപ്പറ്റി പക്ഷേ ഈ കളമശ്ശേരിയിലും ആലുവയിലും ഉള്ള യങ്സ്റ്റേഴ്സിന് പോലും അറിഞ്ഞൂടാ. അവർക്കെല്ലാം ജർമ്മനിയിൽ പോകണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. സോ ലെറ്റ് ദം സ്റ്റാർട്ട് ഹിയർ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ ലെറ്റ് ദം നോട്ട് ഫീൽ ദാറ്റ് ദേ ആർ സ്റ്റക്ക് ഇൻ സച്ച് ഒരു ലാൻഡ് ഓഫ് നോ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാതെ ലെറ്റ് ദം എക്സ്പ്ലോർ ഓൾ ദിസ്. അപ്പോൾ അതിന് വേണ്ടി തന്നെ സ്റ്റാർട്ടപ്പ് മിഷനിൽ തുടങ്ങി. അപ്പോൾ ഹൗ ഡിഡ് വി ഡിഡ് വാസ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ സിൻസ് ക്ലബ് ഹൗസ് ഈസ് ഓൺലി ആൻ ഓഡിയോ മീഡിയം, ഇൻസ്റ്റയിൽ ലൈവായിട്ട് അപ്പം തന്നെ വീഡിയോസ് പോകും. അപ്പം ആൾക്കാർക്ക് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, അപ്പോൾ ഈ ഇൻസ്റ്റയിൽ ക്ലബ് ഹൗസിൽ ദ മൊമെന്റ് ഐ ഓപ്പൺ ദ ഡോർ, മലയാളീസ് ഫ്രം അക്രോസ് ദ വേൾഡ് വുഡ് ജോയിൻ ദാറ്റ് റൂം. അപ്പോൾ ന്യൂസിലൻഡിലുള്ളവരുണ്ട്, ഈ ബഹ്റൈനിലുള്ളവരുണ്ട്, ബ്രസീലുള്ളവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടപ്പ് മിഷനിൽ ഞാൻ തുടങ്ങി, ഞാനിപ്പോൾ ആലുവയിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ബ്രസീലുള്ള ഒരാൾ പറയുകയാണ്, അയ്യോ ചേച്ചി അവിടെ പോകുമ്പോൾ ആ പാലം കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ഇറങ്ങി ഒരു ശാന്തച്ചിട്ട് അടിപൊളി ഏത്തക്കാപ്പം കിട്ടുന്നൊരു കടയുണ്ട്, അവിടെ പോണേ എന്ന് പറയും. അപ്പം നമ്മൾ അവിടെ പോവാം. അവിടെ പോയിട്ട് അവരുടെ കോർഡിനേറ്റ്സും ആക്കിയാണ്. അങ്ങനെ ഇവർ ദേ ആർ ലിറ്ററലി ട്രാവലിംഗ് വിത്ത് മീ. ഞാൻ ഈ ഓട്ടോക്കാരോട് വഴി ചോദിക്കുന്നതും ഇതും എല്ലാം ഇവർ ചിലർ ബോറടിച്ചിട്ട് വന്നിട്ട് എന്നാൽ ഇപ്പോൾ ഒരു പാട്ട് പാടട്ടെ, പാട്ട് പാടുന്നു. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും, ഇപ്പം ഒരാൾ പറഞ്ഞു പയ്യന്നൊരു പ്രത്യേകതരം ചൂലുണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ലോകത്ത് കണ്ടിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോയിൽ കണ്ടു, ഒരാൾ ആസാമിലെ ചൂലാന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എക്സാക്ട് സെയിം തിങ് ഈസ് ബീങ് മെയ്ഡ് ഇൻ പയ്യന്നൂർ. അപ്പോൾ അവിടെ നമ്മളൊരു സ്റ്റോപ്പ് എടുത്തു, അവിടെ ഈ ചൂലെടുത്തു, ഈ ചൂലിൻ്റെ ഇത് വീഡിയോ മുഴുവൻ നമ്മൾ കാണിച്ചു. ഇത് ആ ചൂലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പാടത്തുണ്ടാകുന്ന ഒരു തരം പുല്ലാണ് പോലും. അതിനെ എത്രയോ വിമൻ ഇതിലാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത അത് ശ്രീകോവിൽ അടിച്ചു വരാൻ മാത്രമുള്ളതാണ്. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് ദാറ്റ് സ്റ്റോറി അല്ലേ. ഒരു വെറുതെ കിടക്കുന്ന ഒരു പുല്ലാണ് ഭഗവാന്റെ ശ്രീകോവിൽ അടിച്ചു വരാനായിട്ട് ഫൈനലി എടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ നമ്മൾ അമ്പലങ്ങളിൽ ഒരു ടെമ്പിൾ ട്രാവൽ ചെയ്യാൻ പ്ലാനുണ്ട്, ഇത് പലയിടത്തും കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം ഇതിന് ഓർഡർ വന്ന എത്രയോ സ്ത്രീകൾക്കാണ് വരുമാനം ഉണ്ടാകുമ്പോൾ ആലോചിക്കുക. ആ നാട്ടിലുള്ള ആ വെറും പുല്ല് വെച്ചിട്ട് റോ മെറ്റീരിയൽ ഈസ് ഓൾമോസ്റ്റ് ഫോർ ഫ്രീ അല്ലേ. അപ്പോൾ അങ്ങനെ ആ ട്രാവലിയുടെ യാത്രയിലാണ് ഐ ഫൗണ്ട് ഹൗ മൈ ഓൺ ടൈം ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഫൈൻഡിങ്, എനിക്ക് വാട്ട് ഐ റിയലി സഫേർഡ് വാസ് ഫൈൻഡിങ് എ ക്ലീൻ ടോയ്ലറ്റ്. പണ്ടൊക്കെ നമുക്ക് ഒരു കസിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇടിച്ച് കയറാമായിരുന്നു, അല്ലെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. പക്ഷേ ഡ്യൂ ടു കോവിഡ് വി കനോട്ട് ഡു എനി ഓഫ് ദിസ്. സോ അൾട്ടിമേറ്റ്ലി ഐ എൻഡഡ് അപ്പ് യൂസിങ് ദ വേഴ്സ്റ്റ്, ദ ഫിൽത്തിയസ്റ്റ് ഓഫ് ടോയ്ലറ്റ്സ് ഇൻ കേരള. അപ്പോൾ ഐ തോട്ട് ദിസ് ഈസ് നോട്ട് ജസ്റ്റ് ഇതിങ്ങനെ പറ്റില്ല, ഇതിനെ നമുക്ക് വിടാൻ പറ്റില്ല. ബിക്കോസ് 75th year ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് വി ആർ സ്റ്റിൽ ട്രൈങ് അബൌട്ട് നോട്ട് ഹാവിങ് എ ക്ലീൻ 20 square feet സ്പേസ് ഫോർ വിമൻ ടു യൂസ്. 38,865 square kilometers ഉള്ളൊരു നാട്ടിലാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്കൊരു 20 square feet പോലത്തെ ഒരു 10 നമുക്ക് ഈ നാട്ടിൽ തന്നൂടെയെന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ആരോടെ ചോദിക്കുന്നത്, അൺലെസ് വി ട്രൈ ടു ഫൈൻഡ് അവർ ഓൺ സൊല്യൂഷൻസ് നോബഡി ഈസ് ഗോണ ഹെൽപ്പ് അസ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ അതിനാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഫോർ മീ ഇറ്റ്സ് എ പ്ലേസ് വെർ വി ടോയിൽ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിട്ട് ടോയ്ലെസ് എന്നാണ് നമ്മളിപ്പോൾ ഇതിനൊരു ബ്രാൻഡ് പേരിട്ടിരിക്കുന്നത്. സോ വാട്ട് വി ഡു ഈസ് വി ഡോണ്ട് ഇൻറ്റെൻഡ് ടു ബിൽഡ് എനിത്തിങ് ന്യൂ. ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ഡോണ്ട് ഹാവ് ടോയ്ലറ്റ്സ്, ബാഡ് മെയിൻ്റനൻസ് ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് ദ ട്രബിൾ. So we are unlocking the dormant resources. So through this we are asking boutiques, car showrooms, houses where they have a toilet outside, anybody, any business establishment who can spare a toilet. The pay and use ആണ് 30 rupees to 50 rupees എന്നുള്ള പോലെ. But we will have certain requirements, standards പറഞ്ഞിട്ടുണ്ട്. They have to meet with it. ഒരു ആപ്പിലൂടെ നമ്മളിതെല്ലാം കണക്ട് ചെയ്യാണ്. സോ അവിടെ ചെന്നിട്ട് നിങ്ങളത് യൂസ് ചെയ്യുന്നു, അവർക്ക് പേ ചെയ്യുന്നു, കസ്റ്റമർ റേറ്റിങ്ങിലൂടെയാണ് വി ആർ ഗോണ മോണിറ്റർ ഇറ്റ്. സോ ആൻഡ് ഇത് November 19th is World Toilet Day, so that is when we are planning to launch it. I am doing it as a volunteer. Unless it becomes a people's movement, we are not going to benefit anything out of it. Like everybody sitting here, they know what I am talking about അല്ലേ. നമ്മൾ അതിനകത്ത് കാട്ടി കൂട്ടുന്ന സർക്കസ് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ മിനിമം പറയുന്നത് ഒരു ഡ്രൈ ടോയ്ലറ്റ് ആയിരിക്കണം, ടിഷ്യൂ പേപ്പർ വേണം, നമ്മുടെ ചുന്നിയും ബാഗ് ഇടാൻ 2 ഹുക്ക് വേണം, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അല്ലാതെ AC വേണമെന്നോ അതിനകത്ത് ഇൻസിനറേറ്റർ വേണമെന്നോ ഒന്നും ചോദിക്കുന്നില്ല. പിന്നെ ഡിസ്പോസിബിൾ സീറ്റ് കവേഴ്സ് അതുണ്ടെങ്കിൽ നമ്മൾ പല ഗ്രേഡ് ഇതിനകത്തും വരും അങ്ങനെ. സോ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു, നമ്മൾ ഇൻസ്റ്റയിൽ എൻ്റെ ഒരു പേജ് ഉണ്ട്, ഇഫ് യു കൻ ഓൾ ഫോളോ വിൽ ബി വർക്കിംഗ് ത്രൂ ദാറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റൽ ഇതിനകത്ത് എനിക്ക് ഐ എം എ കംപ്ലീറ്റ്ലി ടെക് ഒരു ചാലഞ്ച്ഡ് പേഴ്സൺ ആണ്. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഈ API എന്നോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സോ എവറിബഡി വാസ് സജസ്റ്റിംഗ് ഓൾ ദാറ്റ്. സോ എനിക്ക് അത് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഐ കുഡ് കം ഇൻ വിത്ത് എ വെരി ഇന്നോവേറ്റീവ് വേ through which I am going to take a piggyback ride on an existing app. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളുടെ ഒരു ഇതിലിരിക്കുന്നത്. അപ്പം ഐ വിഷ് യു ഓൾ ഓൾ ദ ബെസ്റ്റ്. ബോറടിപ്പിച്ചോന്നറിയില്ല. സോ ദാറ്റ്സ് മൈ ജേർണി. I just remember asking her what is Ammumma Thiruvananthapuram and COVID, and it was a journey that we went with her in our thoughts. I mean,
This is awesome. Can we have a huge round of applause for her? We've tried to find out the impossible things, right? This is not working, this is not working. But I think now we realize that nothing is impossible, at least for us, right? Okay, wonderful, ma'am. Thank you so much. Now, we would want every one of you to ask at least one question each year in this class, right? Yeah, I said I I want like an a classroom, interactive session, so I think, but yeah, just went you on all and can on. ask. I'm sure if you are people who are going to. Anyway, ഞാൻ പറഞ്ഞിട്ടുള്ള സ്പീച്ച് പല കാര്യങ്ങളിലും ഇപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ സ്പീച്ച് കേട്ടിട്ടുള്ള പലർക്കും അത് റിപ്പീറ്റേഷനായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ലക്ഷ്മി എനിക്കിവിടെ ഒരു ധൈര്യം തന്നിട്ടുണ്ട്, ബിക്കോസ് റീസൈക്ലിംഗ് ഈസ് നേച്ചർ ഫ്രണ്ട്ലി. അതുകൊണ്ട് പഴയ സ്പീച്ചിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വീണ്ടും എടുക്കുകയാണ്. ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞൊരു സോഷ്യൽ ഓൺടർപ്രണർഷിപ്പിൻ്റെ ഒരു ഐഡിയയോട് ഞാൻ വളരെയേറെ ഐ എം ക്ലോസ്ലി കണക്റ്റഡ് ബൈ ഹാർട്ട്, എസ്പെഷ്യലി ആ ഒരു ടോയ്ലെസ്, അങ്ങനെയല്ലേ ലക്ഷ്മി പറഞ്ഞത്, ടോയ്ലെസ്. ഇൻഫാക്റ്റ് ഞാനും ഫാമിലിയും കൂടെ കൂടി ഒരു പ്ലഷർ ട്രിപ്പിന് കൂർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കൂർഗ് നമുക്കറിയാം ഏകദേശം നമ്മുടെ വയനാട് ബോർഡർ കഴിഞ്ഞാൽ പിന്നെ യാതൊരു എന്താ പറയുക നമുക്കൊരു ഫെസിലിറ്റി ഇല്ല. കാരണം വെച്ചാൽ കൂടെയുള്ള ലേഡീസിനെന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യണം. ആ ഒരു ലൊക്കേഷനിൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ എവിടെയോ ദൂരെ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് കിട്ടും, കർണാടകയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. അപ്പോൾ അറിയാവുന്ന കന്നഡയൊക്കെ വെച്ച് ഞാൻ അവിടെ കയറി വെച്ച് കാച്ചി, ഇങ്ങനെ ഇവിടെ ടോയ്ലറ്റ് യൂസ് ಮಾಡಬೇಕು എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്നൊരു ലേഡി ഇറങ്ങി വന്നു. സത്യം പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ഒരു ആൻറ്റി അല്ലെങ്കിൽ ഒരു അമ്മ ഇറങ്ങി വരുന്ന പോലെ ഒരു ഫീല്. അവർ ഈ ലേഡീസിനെയൊക്കെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് കുറേ നേരമായിട്ടും കാണുന്നില്ല. ഞാൻ കാറിൻ്റെ അടുത്ത് നിൽക്കുവാണ്. ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ടോയ്ലറ്റ് യൂസൊക്കെ കഴിഞ്ഞിട്ട് മുറുക്ക് പക്കവട, ബാക്കി കുറേ കോഫി, ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ഞങ്ങൾ അവിടുന്ന് എത്ര സമയം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. കാരണം അവിടെ ഒരു ഹ്യൂമൻ ടച്ച്, നമ്മളെവിടെ ചെല്ലുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെ ഉണ്ടെന്നൊരു ഫീല്. കാരണം ഇതുവരെ കണ്ടിട്ടില്ല, ലാംഗ്വേജ് പോലും അവർക്ക് അറിയില്ല. ഇവർ മലയാളത്തിലോ അവർ കന്നഡയിലോ സംസാരിക്കുന്നത്. അപ്പം കാരണം ആ ലേഡിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇത്രയും എന്താ പറയുക ഒരു ഹ്യൂമൻ ടച്ച് നമുക്ക് കിട്ടുമ്പോൾ ഈ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു കംഫർട്ട് ആവാനുള്ള ഫെസിലിറ്റി എവിടെയെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ബ്രാഹ്മിൻസ് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ്. അപ്പം ഈവൻ വി ആർ റെഡി ടു പ്രൊവൈഡ് എ facility for your project in my office. It's located near a highway. Okay. So അത് പറഞ്ഞ് വന്നത് മുതലായി. ഇൻഫാക്ട് ഹോർവാർഡ് ഷൂട്ട്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ലക്ഷ്മി കേട്ടിട്ടുണ്ടോ? പറയണ്ട. ഇദ്ദേഹം ഒരു ശരിക്കൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് വളർന്നത്. വളരെയേറെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളൊക്കെ സഹിച്ച് നമ്മുടെ ഒരു ടിപ്പിക്കൽ ഓൺട്രപ്രണറെ പോലെ തന്നെയാണ് വളർന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ ജോയിൻ ചെയ്യണം, ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. അതൊക്കെയുള്ള വളരെ വളരെ ചെറിയ ഡ്രീംസ് ആയിരുന്നു. അദ്ദേഹം ഒരു കോഫി ബീൻ സെല്ലിംഗ് ബിസിനസ്സിലാണ് ജോയിൻ ചെയ്തത്. ഒരു കോഫി സെയിൽസ്മാനായിട്ട് ജോയിൻ ചെയ്തു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ഈ കോഫി ബീൻ സെല്ലിങ്ങിനേക്കാൾ കൂടുതൽ ഈ കോഫി ആളുകളെ കുടിപ്പിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. അത് വേറൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ സ്പേസ് ആ മാർക്കറ്റിൽ ഫീൽ ചെയ്യുമെന്ന് വെച്ചാൽ ഓഫീസിനും വീടിനും ഇടയ്ക്കൊരു സ്പേസ് വേണം. ഓഫീസിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓഫീസിൽ നമ്മൾ വളരെ ഫോമലായിട്ടുള്ളൊരു എൻവറോൺമെൻറ്റാണ്, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻവറോൺമെൻറ്റാണ്. ഇതിന് രണ്ടിനും ഇടയിലായിട്ടൊരു സ്പേസ് വേണം. ഈ സ്പേസ് ശരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഓരോരുത്തർ. സോ ദർ ഇസ് എ സ്കോപ്പ് ഫോർ സച്ച് എ കോഫി ഷോപ്പ് ഇൻ ദ മാർക്കറ്റ്. അങ്ങനെയുള്ള കോഫി ഷോപ്പുകളില്ലായിരുന്നു, വളരെ ബിസി ആയിട്ടുള്ള കോഫി ഷോപ്പുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോസസിനോട് പറഞ്ഞു, കാരണം ഇങ്ങനൊരു കോഫി ഷോപ്പിൻ്റെ സ്കോപ്പ് ഉണ്ട്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അവരാദ്യം സമ്മതിച്ചില്ല. പക്ഷേ പിന്നീട് ഒരുപാട് കമ്പൽഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഒരു എമൗണ്ട് കാൽക്കുലേറ്റഡ് ലോസ് എന്നുള്ള രീതിയിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ആ എമൗണ്ട് ലോസ് ആയി കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് പൊക്കണം, പിന്നെ ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ട് വരരുതെന്ന് പറഞ്ഞു. ഈ ഹോർവാർഡ് ഷൂട്ട്സ് ആ റിസ്ക് എടുത്തു. അദ്ദേഹം ആദ്യത്തെ കോഫി ഷോപ്പ് ഓപ്പൺ ചെയ്തു. എ സ്പേസ് ബിറ്റ്വീൻ യുവർ ഓഫീസ് ആൻഡ് ഹോം എന്നുള്ള കൺസെപ്റ്റിലാണ് അതിനെ പൊസിഷൻ ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം അതാണ് നമ്മളെല്ലാം അറിയപ്പെടുന്ന സ്റ്റാർബക്സ്. കാരണം സ്റ്റാർബക്സ് എപ്പോഴും നമുക്കറിയാം, സ്റ്റാർബക്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഓരോ വെയിറ്റർക്കും നമ്മളെ അറിയാം, നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലുന്ന കസ്റ്റമേഴ്സിനെ അറിയാം. അവിടെ കോഫി അവരുണ്ടാക്കുന്ന ഒരു ആർട്ട് എന്ന് പറയുന്നത്, ദേ ആർ ഡൂയിങ് ഇറ്റ് ഫ്രം ദെയർ ഹാർട്ട്. അവിടെ ഒരിക്കലും ഫുള്ളി മെഷീൻ മെയ്ഡ് കോഫി ആയിരിക്കില്ല. കാരണം ഓരോ കോഫി ഉണ്ടാക്കുമ്പോഴും അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ ആ ഒരു ഫീൽ, ഇതെല്ലാം നമുക്ക് ശരിക്കും അവിടെ ഫീൽ ചെയ്യും. ഇടയ്ക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഹോർവാർഡ് ഷൂട്ട്സിനെ ഇവർ മാറ്റിയിരുന്നു. കാരണം കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വന്നപ്പോൾ കോഫി ബിസിനസ് കൂടാൻ വേണ്ടിയിട്ട് അവർ പെർ കോഫി റേറ്റ് കുറച്ചു. ഇദ്ദേഹത്തെ എടുത്ത് മാറ്റിയിട്ട് മെഷീൻ കോഫി ആക്കി. പക്ഷേ ഓൾ ഓവർ ദ വേൾഡ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് താഴ്പോയി. അതായത്
സ്റ്റാർബക്സ് ശരിക്കും മൂക്കുകുത്തി താഴേക്ക് വീണൊരു അവസ്ഥയിലേക്ക് എത്തി. കാരണം സ്റ്റാർബക്സിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് ബിറ്റ്വീൻ ഓഫീസ് ആൻഡ് ഹോം എന്നുള്ള പൊസിഷനായിരുന്നു. ഹോർവാർഡ് ഷൂട്ട്സ് 2008 തിരിച്ചു വന്ന ശേഷം അദ്ദേഹം ആദ്യം ചെയ്തൊരു 3 days കോഫി ഷോപ്പുകൾ മുഴുവൻ അടച്ചിട്ടു. വേറൊന്നുമില്ല, കാരണം ആ മാനുവൽ കോഫി മേക്കിംഗ് ആർട്ട് അവിടുത്തെ എല്ലാ സ്റ്റാഫും മറന്നു വരുന്നു നേരത്തേക്ക്. രണ്ടാമത് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി 3 days വേൾഡ് വൈഡ് ഈ കോഫി ഷോപ്പുകൾ മുഴുവൻ അദ്ദേഹം ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത് മുഴുവൻ ഇവരെ പഠിപ്പിച്ച ശേഷമാണ് ഇവർ തുറന്നത്. നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, നമ്മളുടെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ ഓരോ ബിസിനസ്സിനും ഒരു എസെൻസ് ഉണ്ട്. ഈ എസെൻസ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും ആ ബിസിനസ്സിൻ്റെ ആത്മാവ് പോയി. കാരണം ആ എസെൻസ് കീപ്പ് ചെയ്യുന്നതാണ്. കാരണം പലപ്പോഴും നമ്മൾ പറയും, പലപ്പോഴും നിങ്ങളെല്ലാം ഒത്തിരി പേര് ഓൺടർപ്രണേഴ്സ് ആയിരിക്കും, നിങ്ങൾ എൻ്റർപ്രൈസിലേക്ക് വരുന്ന ആളുകളായിരിക്കാം. ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നൊരു കാര്യമുണ്ട്, ആ ഒരു പർട്ടിക്കുലർ കമ്പനി ചെയ്യുന്ന കണ്ടുപിടിക്കുക, ആ ഒരു പർട്ടിക്കുലർ ലേഡി ചെയ്യുന്ന കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കണ്ടുപിടിക്കുക. നിങ്ങൾ ആരെയും കണ്ടുപിടിക്കാൻ പോകണ്ട. കാരണം ഓരോ ബിസിനസ്സിനും ഒരു ബിസിനസ് മോഡലുണ്ട് ദാറ്റ് ക്യാൻ നെവർ ബി റിപ്ലിക്കേറ്റഡ്. ഞാനത് വളരെ ഐ വിൽ ഗീവ് ഇറ്റ് യു ഇൻ സൈനിങ് ദാറ്റ് ക്യാൻ നെവർ ബി റിപ്ലിക്കേറ്റഡ്. ഇപ്പോൾ ബ്രാഹ്മിൻസിൻ്റെ സ്റ്റോറി എടുത്തറിയാം. എൻ്റെ അച്ഛൻ 35 വർഷം മുമ്പ് സ്റ്റാർട്ടപ്പ് ചെയ്തിരുന്ന ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 24ാമത്തെ ബിസിനസ്സാണ്. കാരണം ഈ സ്റ്റാർട്ടപ്പിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻട്രിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എക്സിറ്റ്. കാരണം നമുക്ക് വലിയ കാര്യമായിട്ട് കൈ കൊള്ളാതെ എക്സിറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അദ്ദേഹം 23 ബിസിനസ്സുകളിൽ നിന്നും സക്സസ്ഫുള്ളായിട്ട് എക്സിറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. കാരണം ഓരോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് പറ്റുന്ന അല്ല എന്നുള്ളൊരു ഫീൽ വരുമ്പോഴത്തേക്ക് അദ്ദേഹം എക്സിറ്റ് ചെയ്യുവാണ്. ഒരു കാരണവശാലും ഞാൻ തുടങ്ങിയ ബിസിനസ്സാണ്, ഞാൻ നിർത്തി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് എന്ത് പറയും, ഇങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല. കാരണം അങ്ങനെയുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അദ്ദേഹം ബിസിനസ്സിനോട് കീപ്പ് ചെയ്തില്ല. പകരം കയ്യിൽ നിന്ന് പൈസ പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം എക്സിറ്റ് ആവുമായിരുന്നു. ലക്കിലി ബ്രാഹ്മിൻസ് എന്നുള്ള ആ ഒരു സ്ഥാപനം അതൊരു ഹിറ്റായി. കാരണം അച്ഛന് 2 സ്റ്റാഫും കൂടി കൂടിയാണ് തുടങ്ങിയത്. 2 ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടത്. കാരണം വീടിൻ്റെ തന്നെ ഒരു സൈഡിൽ ചെറിയൊരു പൾവറൈസർ, നമ്മൾക്ക് പഴയ മില്ലിലൊക്കെ പോകുമ്പോൾ കാണുന്ന പൊടിക്കുന്ന മെഷീൻ എന്നൊക്കെ പറയില്ലേ, ഈ പൾവറൈസർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ പൾവറൈസറിൽ നിന്നാണ് ഒരു സൈക്കിളിൽ നിന്നാണ് അച്ഛൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ആ ഇനിഷ്യൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 ton ആയിരുന്നു. Now we are processing around 10,000 tons of processed food and exporting it to 22 countries. അപ്പം ഇതിലെ ഒരു 80% കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസിൻ്റെയാണ്. അപ്പോൾ വിമൻ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് അവരും ഓൺടർപ്രണേഴ്സാണ്, അവരും അവരുടെ എഫേർട്ട് ഇതിലേക്ക് ഇട്ടിട്ടുള്ള ഒരു വലിയൊരു കാറ്റഗറിയാണ്. സോ ദേ ആർ സപ്പോർട്ടിങ് അസ് ഫോർ ലാസ്റ്റ് 35 years. അപ്പം സ്ത്രീ ശക്തി കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്ന കമ്പനികളിലൊന്നാണ് ബ്രാഹ്മിൻസ് വേണമെങ്കിൽ പറയാം. അപ്പം ഒരു എൻ്റർപ്രൈസ് എന്നുള്ളത് തുടങ്ങാനുള്ള നിങ്ങളുടെ ഒരു ഡിസിഷനെ ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ ചീമാട്ടിയുടെ ആടുകൾ കണ്ടിട്ടില്ലേ, എന്താ ഫീൽ ചെയ്യുന്നത്? ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആവാം. ചീമാട്ടിയുടെ ആടുകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. വേറെ എന്താ? പവർഫുൾ ഇമേജാണ്. പിന്നെ ഓക്കെ, ഏജ് ഗ്രൂപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷീമാട്ടിയുടെ ആടുകളിൽ വരുന്നത് തീരെ ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളല്ല ഷീമാട്ടിയുടെ പല ആടുകളിലും വരുന്നത്. നമുക്ക് നോക്കിയറിയാം. കാരണം ഒരു സാരി ഉടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു മിഡ് ഏജർ ആയിട്ടുള്ള ലേഡീസിനെയാണ് ശരിക്കും ഷീമാട്ടി കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ ഹിസ്റ്റോറിക്കലി അവരുടെ എല്ലാ പ്രൊമോഷൻസും എടുത്തു കഴിഞ്ഞാൽ അറിയാം ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈവൻ ബീന മാഡം ഹെർസെൽഫ് പൊസിഷനിങ് ലൈക്ക് ദാറ്റ്. കാരണം ആ ഒരു ഫീൽഡിലേക്ക്, കാരണം ഓരോ ബിസിനസ്സിനും നമ്മളുടെ സ്വന്തം TG ഉണ്ടാവും, നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഒരൊറ്റ ഗ്രൂപ്പിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ മതി, വൈഡായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷീമാട്ടിയുടെ എക്സാമ്പിൾ നമുക്കെടുത്ത് അറിയാം. വളരെ കൃത്യമായിട്ട് ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് തന്നെയാണ് ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ഗിന്നസ് റെക്കോർഡുകളൊക്കെ നോക്കി അറിയാം. ലോങ്ങസ്റ്റ് സാരി, ആ സാരിയായിട്ട് ബന്ധപ്പെട്ട സാരിയെ ചുറ്റിയാണ് ബാക്കി എല്ലാ പ്രൊമോഷൻസും കാര്യങ്ങളും എല്ലാം പോകുന്നത്. ബാക്കി എല്ലാ ഡ്രസ്സുകളും സപ്ലിമെൻ്ററി ആണെങ്കിലും അവരുടെ ആ ഒരു മാർക്കറ്റിലുള്ള പൊസിഷനിങ് സാരിയെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ രണ്ടാമത്തെ ലെസൺ. ഒന്നാമത്തത് നിങ്ങളുടെ സ്വന്തം ബിസിനസ് മോഡൽ ഫോളോ ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞത് ഡോണ്ട് റിപ്ലിക്കേറ്റ് എനി അതർ ബിസിനസ് മോഡൽ. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ബിസിനസ് മോഡൽ ഫോളോ ചെയ്യണം. അത് നട്ടുച്ചയ്ക്ക് നിങ്ങളുടെ ഓഫീസ് അടച്ചിടാനാണെങ്കിൽ അടച്ചിട്ട് തന്നെ, കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റീസൺസ് കാണാം. സെക്കൻഡ്, നിങ്ങളുടേതായിട്ടുള്ള ടാർഗറ്റ് ഗ്രൂപ്പ്, നിങ്ങളുടെ TGയിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യാവുള്ളൂ. ഇങ്ങനെയാണ് നിങ്ങളെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾ ഓവർ ഇന്ത്യ ട്രാവൽ ചെയ്യാറുണ്ട്. കൊറിയാണ്ടർ വാങ്ങിക്കുന്നത് രാജസ്ഥാനിൽ നിന്നാണ്.
മല്ലി. കാരണം ഏറ്റവും നല്ല മല്ലി കിട്ടുന്നത് ആ ഒരു പ്രൊവിൻസിനാണ്. ഞാനിവിടെ ചെല്ലുന്ന സമയത്ത് ഒരു വളരെ കാണുമ്പോൾ നമുക്ക് വളരെ പ്രാകൃതമായിട്ട് തോന്നാവുന്ന ഒരു ബിൽഡിംഗ്. പക്ഷേ അതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, ഒരു 10-15 ട്രക്കെങ്കിലും കൊറിയാണ്ടർ ലോഡിങ് അൺലോഡിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. ഓരോരുത്തർ വന്ന് അടുത്ത് ലോഡിങ് അൺലോഡിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഐപാഡിലാണ് ഇവർ എൻ്റർ ചെയ്യുന്നത്. ഐപാഡിൽ എൻ്റർ ചെയ്യുന്നു. ഇവരുടെ ഡേറ്റാബേസ് കീപ്പ് ചെയ്യുന്നതെല്ലാം തന്നെ SAPയിലാണ്. സാധാരണ കർഷകരിൽ നിന്നും മുകളിലേക്ക് കയറി വന്ന ട്രേഡേഴ്സ്. പക്ഷേ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവരൊക്കെ ഒന്നും സോഷ്യൽ മീഡിയ ഇല്ല. സോഷ്യൽ മീഡിയയുടെ ഒരു അക്കൗണ്ട്സ് പോലും ഇല്ല. ഫേസ്ബുക്കില്ല, ഇൻസ്റ്റാഗ്രാമില്ല, യാതൊന്നുമില്ല. ഇവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, മിക്കവരും ഗ്രാജുവേറ്റ്സ് ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. എന്നാൽ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നിങ്ങളില്ല? അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ബിസിനസ് ചെയ്യാനുള്ള ടൈം മുഴുവൻ ഇതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോക്കസ് എന്നൊരു സംഗതി നിങ്ങൾക്ക് ബിസിനസ്സിന് ഡയറക്റ്റ്ലി ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം സത്യം പറഞ്ഞാൽ എനിക്കൊരു ഞെട്ടലായിരുന്നു. കാരണം ഞാൻ ഏകദേശം ട്രാവൽ ചെയ്യുന്ന സമയത്തായതുകൊണ്ട് പകുതിക്കുള്ള സമയം ലിങ്ക്ഡിനിലും ട്വിറ്ററിലും സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആ സമയത്ത് അപ്പം തന്നെ ഒരു കാര്യം ചെയ്തു, ഈ അൺഇൻസ്റ്റാൾ ചെയ്തില്ല, പകരം ഹോം പേജിൽ നിന്ന് മാറ്റിയിട്ടു. ട്വിറ്ററും ലിങ്ക്ഡിനും ഫേസ്ബുക്കും എല്ലാം കൂടി എടുത്ത്. കാരണം ആവശ്യമുള്ളപ്പോൾ നോക്കിയാൽ മതിയില്ല. അല്ലെങ്കിൽ വെറുതെ ഫോൺ എടുത്ത് ടൈം നോക്കുമ്പോഴും FB കാണുമ്പോൾ നമ്മൾ അതിലേക്ക് നോക്കും. ആ സമയം തൊട്ട് ഞാൻ കൂടുതൽ സമയം തിങ്കിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഐഡിയ ജനറേഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്തു. ഇതിന് സാധാരണ ഫാർമറുടെ നമുക്ക് കിട്ടുന്നൊരു അഡ്വൈസാണ്. അതുപോലെ അദ്ദേഹം സത്യം പറഞ്ഞാൽ ഓഫീസിൽ ആർക്കും ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഫയർവാൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു രാജസ്ഥാനിലെ ഉൾഭാഗത്ത് ഭവാനി മണ്ഡി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് പോലും പ്രോപ്പറായിട്ട് ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ സംഗതി നടക്കുന്നത് നോക്കുന്നത്. അത്ര അഡ്വാൻസ്ഡ് ആയി അവരൊക്കെ. കാരണം ആ ഫോക്കസ് എന്നൊരു സംഗതി നമ്മൾ പഠിക്കേണ്ട 3ാമത്തെ ലെസൺ ഫോക്കസ്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്യുക. ആ ഫോക്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ വെള്ളം കിട്ടാൻ കിണർ കുഴിക്കുമ്പം ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചാലേ പറ്റുള്ളൂ. ആ ഒരു ഫോക്കസ് തന്നെയാണ് നമുക്ക് ബിസിനസ്സിലും വേണ്ടത്. അതിലേക്ക് ഡിഗ് ചെയ്യുന്നതോറും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഇറ്റ് വിൽ ബി അൺമാച്ച്. പിന്നെ ലക്ഷ്മി പറഞ്ഞൊരു കാര്യം ഞാൻ എടുക്കുന്നു, നിങ്ങളെ പറ്റി മറ്റുള്ളവർ പറയുന്നത് എന്താണെന്നതിനെ പറ്റി ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. അൺഹെൽത്തി കോമ്പറ്റീഷൻ, അത് ബിസിനസ്സിലായാലും ലൈഫിലായാലും, ദാറ്റ്സ് എ ഡിസാസ്റ്റർ. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. എത്ര പേർക്ക് ബോയിങ്ങും എയർബസും തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ പറ്റും? നിങ്ങൾ മിക്കവരും തന്നെ ഫ്ലൈ ചെയ്യുന്ന ആൾക്കാരെന്നറിയാം. പക്ഷേ ഡിഫറൻസ് ബിറ്റ്വീൻ ബോയിങ് ആൻഡ് എയർബസ്. ബോയിങ്ങും എയർബസും 2 എയർക്രാഫ്റ്റ് മേക്കിംഗ് കമ്പനികളാണെന്ന് അറിയാമല്ലോ. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എയർബസ് ഒരു യൂറോപ്യൻ കമ്പനിയാണ്, യൂറോപ്യൻ കൺസോർഷ്യമാണ് എയർബസിൻ്റെ ഓണർഷിപ്പ്. ബോയിങ് ഒരു അമേരിക്കൻ കമ്പനിയാണ്. ഇവർ തമ്മിൽ എപ്പോഴും വല്ലാത്ത ലോബിയിങ്ങും പ്രശ്നങ്ങളും. യൂറോപ്യൻ കമ്പനികൾ യൂറോപ്യൻ എയർലൈൻ മാനുഫാക്ചേഴ്സിന് ഓർഡർ കൊടുക്കുള്ളൂ, അമേരിക്കൻ കമ്പനികൾ ബോയിങ്ങിന് ഓർഡർ കൊടുക്കുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈയിടെ എയർബസ് ഒരു എക്കോ ഫ്രണ്ട്ലി എയർക്രാഫ്റ്റ് ലോഞ്ച് ചെയ്തു. അതായത് പൊല്യൂഷൻ, ഫ്യൂവൽ കൺസംഷൻ ഇതൊക്കെ ഏകദേശം 15 to 20% റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ്. എയർബസ് A320 നിയോ, നിങ്ങൾ പേര് കേട്ട് കാണും. ഈ എയർലൈൻ പോലെ വളരെ തിൻ മാർജിനുള്ള ഒരു ഇൻഡസ്ട്രിയിൽ 20% സേവിങ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കര പ്രോമിസിങ് സേവിങ് ആണ്. ഏതാണ്ട് എല്ലാ എയർലൈനുകളും അതിന് ഓർഡർ കൊടുത്തു തുടങ്ങി. ഏറ്റവും കൂടുതൽ ലോബിയിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന അമേരിക്കൻ എയർലൈനുകൾ വരെ എയർബസിന് ഓർഡർ കൊടുക്കുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ ബോയിങ്ങിന് പിടിച്ച് അത് കണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവരിതിന് ഇത്രയും എയർക്രാഫ്റ്റിന് വേണ്ടി വലിയ റിസർച്ചൊന്നും ചെയ്യാൻ പോയില്ല. അവർ ബോയിങ് 737 വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏകദേശം 20 to 25 years ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റിനെ മോഡിഫൈ ചെയ്തു. കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ അതിൽ കൊണ്ടുവച്ചു. അതിനുശേഷം എഞ്ചിൻ്റെ പൊസിഷൻ മാറ്റി. അതായത് IT സേയിങ് ഉണ്ട്, ഡോണ്ട് ടച്ച് എ റണ്ണിങ് സിസ്റ്റം എന്ന് പറയും. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എയറോഡൈനാമിക് എബിലിറ്റീസ് കുറഞ്ഞു, ഒരുപാട് ഫോൾട്ടുകൾ ഉണ്ടായി. ആദ്യത്തെ പ്ലെയിൻ ക്രാഷ് എത്യോപ്യയിലായിരുന്നു. 370 people പാസ്സായി. ഇതുപോലെ ലയണറിൻ്റെ അടുത്ത എയർക്രാഫ്റ്റ് താഴെ പോയി. ആ സമയത്തൊക്കെ അവർ കുറേ ഡിഫെൻഡ് ചെയ്തത് നല്ല ഇഷ്യൂ, അത് ക്ലൈമാറ്റിക് കണ്ടീഷൻ്റെയാണ്. പക്ഷേ ഇവഞ്ച്വലി എല്ലാവർക്കും മനസ്സിലായി ഇത് എയർക്രാഫ്റ്റിൻ്റെ ഇഷ്യൂ ആണ്. ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ. ഈ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ കൊണ്ടുണ്ടായ ഒരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിങ്ങിൻ്റെ ഷെയർസ് താഴെ പോയി. ഇതുവരെ അവർക്ക് ആ ഒരു ഹിറ്റിൽ നിന്ന് റിവൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ള ബ്രാൻഡുകൾ, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. നിങ്ങളുടെ പ്രൊഡക്റ്റിലും നിങ്ങളുടെ സർവീസിലും ക്വാളിറ്റി കൊടുക്കാൻ നോക്കൂ. മാക്സിമം ഇൻഡെപ്തായിട്ടത് കസ്റ്റമറെ സെർവ് ചെയ്യാനും കസ്റ്റമറായിട്ട് കണക്റ്റ് വെക്കാനും ഫീൽ ചെയ്യൂ. ആ ഒരു കണക്റ്റ് വെക്കാനുമുള്ള ആ ഒരു ഇമോഷണൽ
മെച്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. കോമ്പറ്റീഷനിലേക്ക് ഫോക്കസ് ചെയ്യരുത് അധികം. കോമ്പറ്റീഷനിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ തോട്ട് പ്രോസസ് വേണം ആ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ഇംപ്രൂവിങ് അവർ പ്രോഡക്ട്സ് വിൽ ബി ഫോക്കസിങ് ഓൺ ഹൗ ടു ബീറ്റ് ദ കോമ്പറ്റീറ്റർ. അത് ഒരു കാരണവശാലും അതിലേക്ക് ഫോക്കസ് ചെയ്യരുത്. ഫെറൂസിയോ ലംബോർഗിനിയുടെയും എൻസോ ഫെറാറിയുടെയും സ്റ്റോറി തന്നെ അതിൻ്റെ എക്സാമ്പിളാണ്. ഫെറാറിയുടെ വലിയൊരു ഫാനായിരുന്നു ലംബോർഗിനി, ഫെറൂസിയോ ലംബോർഗിനി. അതൊരു ട്രാക്ടർ മാനുഫാക്ചറർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഒരു ക്ലച്ച് സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്യൂസ് വന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ലെറ്റർ എഴുതി, എൻസോ ഫെറാറിക്ക് ലെറ്റർ എഴുതി ഇതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി. കാരണം ഫെറാറിയുടെ ഒരു ഫാനാണ്. കണ്ടിന്യൂസ് ആയിട്ട് ലെറ്റർ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫെറാറി തിരിച്ചു പറഞ്ഞു, ഒരു ട്രാക്ടർ മാനുഫാക്ചറർ എന്നെ അഡ്വൈസ് ചെയ്യാൻ വരണ്ട, കാരണം എൻ്റെ കാറിൻ്റെ ക്ലച്ച് സിസ്റ്റം എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്കറിയാം. ഐ ഡോണ്ട് വാണ്ട് എനി അഡ്വൈസ് ഫ്രം എ ട്രാക്ടർ മാനുഫാക്ചറർ. വി ആർ എ സ്പോർട്സ് കാർ കമ്പനി. ഇത് വല്ലാത്തൊരു ഹ്യൂമിലിയേഷൻ ആയിരുന്നു ലംബോർഗിനിക്ക്. അദ്ദേഹം ആ വാശിക്കാണ് അടുത്ത ലംബോർഗിനി എന്നുള്ള കാർ കമ്പനി ഉണ്ടാക്കിയത്. ഒരു നെഗ്ലിജൻറ്റ് കസ്റ്റമർ ഹാൻഡ്ലിങ്. അതിലൂടെ അവർക്ക് കിട്ടിയത് വേൾഡിലെ ഏറ്റവും വലിയ കോമ്പറ്റീറ്ററാണ്. അപ്പോൾ നമ്മളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമറെ അവരർഹിക്കുന്ന ആ ഒരു റെസ്പെക്റ്റിന്, അവരർഹിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു നല്ല പെരുമാറ്റം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. പിന്നെ ചിലപ്പം നിഷ ഓൺലൈൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിഷ എന്നോട് ചിലപ്പോൾ ഒന്ന് പരിഭവിക്കും. കാരണം നിങ്ങൾക്ക് ഒരുപാട് അവാർഡ്സും ഇതുപോലെ ടി വി കവറേജും കാര്യങ്ങളൊക്കെ വരും. കഴിവ് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു വെക്കുക. കാരണം വേറൊന്നുമില്ല, ഒത്തിരി കവറേജും അവാർഡ്സും പലപ്പോഴും നമ്മുടെ ഫോക്കസ് മാറ്റും. ഞാൻ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്നോവേറ്റേഴ്സ് പലപ്പോഴും അവരുടെ ഇന്നോവേഷനും ആ ഡ്രൈവും താഴെ പോകുന്ന ഒരു അവാർഡ് കിട്ടുന്ന ശേഷമാണ്. കാരണം ഇവിടെ നിന്നെങ്കിലും നല്ല രീതിയിൽ കമ്പനി ഗ്രോ ചെയ്ത് വരുമ്പോൾ ആരെങ്കിലും വിളിച്ചൊരു അവാർഡ് കൊടുക്കും. ഈ അവാർഡ് കൂടി പിന്നെ താഴെ പിന്നെ ആ ഇന്നോവേഷനിൽ മാറി ഒരു അവാർഡ് കിട്ടിയ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മിനിമം ഒരു 10 അവാർഡ് വേറെ ഉണ്ടാവും. കാരണം ചെറിയ ചെറിയ അവാർഡുകൾ, ഏതെങ്കിലും ക്ലബ്ബിൽ സ്പീച്ചുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലേക്കൊന്നും അധികം ഫോക്കസ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സാണ്. നമ്പർ ഓഫ് കസ്റ്റമേഴ്സും നമ്പർ ഓഫ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിൻ്റെ ക്വാണ്ടിറ്റി ഓരോ വർഷവും ഇൻക്രീസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഇത്രയും പോയിന്റുകൾ മനസ്സിൽ വെച്ച് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങൂ. ഇതിനൊക്കെ അപ്പുറം വേണ്ടത് പാഷൻ, അതിനേക്കാൾ കൂടുതൽ ഒരു ബേണിംഗ് ഡിസയർ. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയുമെങ്കിൽ പോലും പലപ്പോഴും നമുക്കറിയാം ഒരു കാറ് വാങ്ങുന്ന നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് കാറ് നമുക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന എപ്പോഴും ആ കാറുകളായിരിക്കും. നമ്മുടെ നെയ്ബർ ഏരിയയിലെ കാറ് കാണും, തൊട്ടടുത്ത എന്താ പറയുക പോർച്ചിലെ കാറ് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണും. പിന്നെ ചുറ്റും അത് തന്നെയായിരിക്കും അത്. കാരണം മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങും. നമ്മൾ പ്രകൃതിയിൽ വിശ്വസിക്കുക, സിസ്റ്റം ഈസ് ബിഗർ ദാൻ യു, ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ. ഇവഞ്ച്വലി ഏകദേശം അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരുന്ന ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നിങ്ങൾ ആ കാറ് വാങ്ങിക്കും. ഇതുപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ കാര്യം. നിങ്ങൾ എത്തേണ്ട ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് ഇൻറ്റൻസീവായിട്ടുള്ള ഡിസയർ, നിങ്ങൾ ബേണിംഗ് ഡിസയർ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം നിങ്ങളെ അതിലേക്ക് എത്തിക്കും. കാരണം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു, സിസ്റ്റം ഈസ് ബിഗർ ദാൻ യു. അതിലേക്ക് ഫോക്കസ് ചെയ്യുക. താങ്ക് യു. So thank you very much, sir. We are all waiting for the interactive. We're waiting for the interactive session. Sir, പറഞ്ഞ ഒരു കറക്റ്റ് കാര്യമുണ്ട്. You have to focus on your product, because even I am an entrepreneur and I can give you one small example that I have this tasty tiffins. It's a tiffin service, pure dabas. If we have to serve sambar, it could be only Brahman sambar puri. And Nirabara tried actually playing with us. They made something like a Nirabara Brahman sambar. One day I think we didn't notice the name and we took it back, but we realized that it was not Brahman sambar. So that is what you should focus on, your product, and it's very much true. So yes, you might have similar experiences that has now come to your mind. Yes. Hello sir, my name is Sanchita and my mother's company is Posh Advertising. We are into outdoor billboards. I personally നമ്മുടെ factory വന്നിട്ടുണ്ട് for this and advertising marketing. My question is, എന്നോട് sir പറഞ്ഞു ഇപ്പോൾ father ആണ് ഇത് തുടങ്ങി വെച്ചതെന്നൊക്കെ. അപ്പോൾ അതുപോലെ എൻ്റെ മദറും 35 years ആയിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് അത്രയും കഴിവില്ല ആളുടെ അത്രയും. She is
വെരി സ്മാർട്ട്, വെരി എനർജറ്റിക്. എപ്പോഴും ഇതന്നെ ടക്ക് ടക്ക് ഇന്ന് മോർണിംഗ് ഇതന്നെ സംസാരം, ബിസിനസ്, പണിക്കാരോട് സംസാരിക്കുക, ബഹളം ഉണ്ടാക്കുക, അതൊക്കെ തന്നെ. അപ്പോൾ എനിക്ക് അത്രയും ഞാൻ എപ്പോഴും ഐ ഫീൽ ലൈക്കിനോ ഞാൻ അത്ര പോരാ എന്നുള്ള ഫീലാണ്. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സാറിൻ്റെ ഫാദറാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. സാർ എന്താണ് ഇതിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ലൈക്കിനോ പുതിയ എന്തെങ്കിലും കമ്പനിയിലേക്ക് കൊണ്ടുവന്നോ, പ്ലസ് അത് ഫാദർ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ? എനിക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആ ഫീലിംഗ് മനസ്സിലാവുന്നുണ്ട്. ഈ എല്ലാ ഫാമിലി ബിസിനസ്സുകളിലും ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റിയാണ് പലപ്പോഴും. ഒബ്വിയസ്ലി ഫാദർ എതിർത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. കാരണം നാച്ചുറലി സെൽഫ് മെയ്ഡ് മാൻ എപ്പോഴും അങ്ങനെയായിരിക്കും. കാരണം അവർ ഓൾറെഡി അവരുടെ ഒരു ട്രാക്ക് അവർ പ്രൂവ് ചെയ്തതാണ്. അവർക്ക് എപ്പോഴും ആ ഒരു അതിൽ ചേഞ്ചസ് വരുന്ന സമയത്ത് നാച്ചുറലി നമ്മളുടെ ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രണേഴ്സ് എപ്പോഴും പല കാര്യങ്ങൾ എതിർക്കും. Heard about Startup Mission. This is our home. This belongs to the Startup Mission, and I have been with Startup Mission for past 6 years. Have been dealing with startups, have met startups from their initial stage to a grown stage. Like Nisha didn't start team by I was here, so I have seen her growth. അങ്ങനെ കുറേ വുമൺ ഓൺടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും മേ ബി ഒരു സ്പാർക്ക് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് കുറേ ഇവൻറ്റ്സ് കൊണ്ടും അങ്ങനെ കുറേ കാര്യങ്ങളും കൊണ്ട്. അപ്പം ഞാൻ ഐ വിൽ ബി ബേസിക്കലി ഗോയിങ് ത്രൂ വാട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ ഇസ് ആൻഡ് ഹൗ വി ക്യാൻ സപ്പോർട്ട് യു. ഐ ഹാഡ് എ പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ ഞാൻ കുറേ സ്കീംസ് പറയും, അപ്പം നിങ്ങൾക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഐ തോട്ട് ഐ വിൽ പുട്ട് അപ്പ് സംതിങ് ആൻഡ് സോ ദാറ്റ് യു ക്യാൻ ഓൾസോ റീഡ് അലോങ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത് ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. വി ആർ എ നോഡൽ ഏജൻസി ടു സപ്പോർട്ട് entrepreneurs. We are mostly into technology based startups, innovative ideas ulla product ideas ulla startups ne support cheyanum. We are a government entity. So this is our ഞാൻ ഭയങ്കര സംസാരിക്കാൻ അത്ര മാത്രം ഭയങ്കര എക്യുപ്ഡ് ഒന്നുമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ജേർണിയാണ്. ഐ വിൽ ജസ്റ്റ് ഗോ ത്രൂ ദിസ്. വി സ്റ്റാർട്ടഡ് ഇൻ 2006 ആസ് ഒരു പാർട്ട് ഓഫ് ടെക്നോ പാർക്കിൻ്റെ. ഐഡിയ വാസ് ടു നമ്മുടെ ഈ ബ്രെയിൻ ഡ്രെയിൻ ആവുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ തന്നെ, ബിക്കോസ് കേരള ഹാസ് സോ മച്ച് ഓഫ് നോളേജ്. ഐ തിങ്ക് എനിക്ക് ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ വുമൺ ആണ് ശരിക്കും ഭയങ്കര ഹൈ ലെവലിൽ നിൽക്കുന്നത്, മാർക്സിലായാലും. പക്ഷേ അത് എൻഡ് അപ്പ് ചെയ്യുന്നത് ഒരു ഫാമിലിയിലേക്കാണ്. ആരും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു കരിയർ ബേസിലായാലും ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ഐ ഫീൽ ദാറ്റ് ബിക്കോസ് എനിക്കിപ്പോൾ ഒരു 2 years ബിഫോർ എനിക്കൊരു സണ്ണുണ്ടായി. അതിന് മുന്നേ ഞാനിവിടെ ലൈക്ക് വി യൂസ് ടു സ്പെൻഡ് ഹാക്കത്തോൺസ് ഒക്കെ ഇവിടെ മിഡ് നൈറ്റ് വരെ വി യൂസ് ടു സ്പെൻഡ് ചെയ്യാൻ. ബട്ട് എനിക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ കിട്ടാറില്ല. അപ്പോൾ അത് എനിക്ക് മനസ്സിലാവും, നിങ്ങളൊരു ഓൺടർപ്രണർ ആകുമ്പോൾ അത് ഒട്ടും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ ഈ ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് ആയിരുന്നു ടെക്നോ പാർക്ക് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയത്. അതിനെ പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒരു നോൺ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്തു. ദെൻ വി ഗോട്ട് ഇൻ ടു ആസ് എ ഗവൺമെൻറ് റെക്കഗ്നേഷൻ കിട്ടി. പിന്നെ we were the first state, Kerala is the first state to bring up a startup. 2019 we were recognized as a top performing state in the startup ecosystem. So the startup India recognition aanu. This is the building which you are right now in. So this is our snapshot of our ecosystem. We have around 3,100 startups within Startup Mission. We have accelerators in different domains, 4 domains. And there are 40 incubators, there are 280 mini incubators. Mini incubators is in the college IEDC cell pole nammal start cheyda incubators aanu, so that oru entrepreneurship ennoru sadhanam namukku padikkunninte kude aa oru culture create cheyan vendite cheyda oru support system aanu. Pinne ithram VC angel funding und namukku grants undu. പിന്നെ ഇത്രത്തോളം എംപ്ലോയ്മെൻറ്റ് ജനറേഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്നാപ്ഷോട്ടാണത്. വി ഹാവ് എ സ്കീം കോൾ ഫണ്ട് ഓഫ് ഫണ്ട്. ഐ വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ് ലേറ്റർ.
this is just a I want to go back actually. Do you have time? Startup puzzle ആണ്. Like what all we do in a snapshot. Inspire, we have some of the events. Women Summit and Sheila's Tech is specifically for women in technology, and all other inspiring stories we bring for them. Education sector, we have some design summer school, Fab Academy. We have a Fab Lab here in this building. It's equipped lab with all these 3D printing, laser printing, angantha kore machinery okke ulla oru lab facility aanu. We have incubators, we have seed fund, innovation grant. ഇതൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, because that whatever is useful for you, that I'll explain it to you. So this is something I want to look more into, because this is the women schemes which I want to explain here. So we have all these facilities. Like Kerala, almost all cities, Startup Mission has a space, and which you all can use. Like we have both physical and virtual incubation. It's called Fail Fast to Succeed, where we help the startups to grow from the ideation to or MVP level, അല്ലെങ്കിൽ MVP ലെവലിലുള്ള സ്റ്റാർട്ടപ്പിന് അതൊരു പ്രൊഡക്റ്റൈസേഷൻ ലെവലിലേക്കും അതിൻ്റെ മോർ സ്കെയിലപ്പ് ഇതിലേക്ക് നമ്മൾ മെൻറ്റർഷിപ്പും ഫണ്ടിങ് സപ്പോർട്ടും എങ്ങനെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി അത് വയബിൾ ആക്കാം, അങ്ങനത്തെ കുറേ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻക്യുബേഷൻ, ഒരു ഹാൻഡ് ഹോൾഡിംഗ് പ്രോഗ്രാമാണ് ഫെയിൽ ഫാസ്റ്റ് ടു സക്സീഡ്. അത് നമ്മുടെ ഒരു പ്രോമിനൻറ്റ് സെഷൻസ് ആണ്. അതൊരു 3 to 6 months ലോങ് സ്പാനിൽ നമ്മൾ ഓരോ കോഹോർട്ട് ബാച്ച് പോലെയാണ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു ഏർലി സ്റ്റേജ് ഫണ്ടിങ് സ്കീംസ് ആണ്. ഇത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്നോവേഷൻ ഗ്രാൻറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 3 ലെവൽ ഓഫ് ഗ്രാൻറ്റ് സപ്പോർട്ടാണ്. അത് ഗ്രാൻഡാണ്, നിങ്ങൾക്ക് വേറെ അത് തിരിച്ചടയ്ക്കുക അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഐഡിയ സ്റ്റേജിലാണെങ്കിൽ 2 lakhs സപ്പോർട്ട് ചെയ്യും. അത് അടുത്ത ലെവലാണെങ്കിൽ ഒരു 7 lakhs സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ഒരു ഗ്രോത്ത് ലെവലാണെങ്കിൽ നമ്മളൊരു 12 lakhs വരെ സപ്പോർട്ട് ചെയ്യും. ഇറ്റ്സ് എ ഗ്രാൻഡ്. അത് നമ്മൾ ആപ്ലിക്കേഷൻ വിളിക്കും, സ്റ്റാർട്ടപ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടപ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ കമ്പനി രജിസ്റ്റേർഡ് ഒരു കമ്പനിയാണ്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്തൊരു കമ്പനിക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് വുമൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ബെനിഫിഷ്യലാണ്. ബിക്കോസ് നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് വുമൻ സ്കീംസിന് വേണ്ടി നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഇന്നോവേഷൻ ഗ്രാൻഡ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്, അറൗണ്ട് 5 lakhs വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ പ്രൊഡക്റ്റൈസേഷൻ ഗ്രാൻഡ്. MVP ഉള്ള കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റിലേക്ക് ഇറങ്ങണം. കൂടുതലും ഇന്നോവേറ്റീവ് ഒരു പ്രോഡക്റ്റ് ഉള്ള കമ്പനി അല്ലെങ്കിൽ ടെക് എനേബിൾ കമ്പനീസിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ സീഡ് ലോൺസ് ആണ്. സീഡ് ലോൺസിൽ നമുക്ക് എല്ലാ ജെൻഡർ കാറ്റഗറിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് വുമണിന് നമുക്ക് ഒരു 15 lakhs വരെ നമ്മൾ സീഡ് ലോൺ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അറ്റ് എ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 6%. 6%-ൽ നിങ്ങൾക്ക് ഒരു മൊറട്ടോറിയം പീരീഡ്, ഒരു 2 years മൊറട്ടോറിയം പീരീഡിൽ നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. പിന്നെ അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പർച്ചേസ് ഓർഡർ ഉണ്ട്, ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനായിട്ട് ഇഫ് യു ഹാവ് ഒരു വർക്ക് ഓർഡർ ഉണ്ടെങ്കിൽ യു ക്യാൻ അവെയിൽ ദാറ്റ് എമൗണ്ട്. അറൗണ്ട് 90% നമ്മൾ ആ ഒരു പർച്ചേസ് ഓർഡറിൻ്റെ എമൗണ്ടിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും, അപ് ടു 15 lakhs. അത് നിങ്ങളുടെ ആ ഒരു മൈൽ സ്റ്റോൺ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു അഡ്വാൻസ് പോലെ തരും. ദാറ്റ് ഈസ് വൺ ഓഫ് അവർ സ്കീം. പിന്നെ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ടുണ്ട്, അറൗണ്ട് 10 lakhs. അത് വുമൺ ഓൺടർപ്രണേഴ്സിന് മാത്രമായിട്ടുള്ളൊരു ഫണ്ടാണ്. ഇപ്പം ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങളൊരു ടെക്നോളജി മേടിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു പേറ്റൻറ്റോ ലൈസൻസ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളൊരു കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഉള്ള ആ ലൈസൻസിൻ്റെ ആ ഒരു ഫീ നമ്മൾ ബെയർ ചെയ്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. പിന്നെ പേറ്റൻറ്റ് സപ്പോർട്ടാണ്. അത് നിങ്ങളുടെ കമ്പനിക്ക് ഒരു പേറ്റൻറ്റ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഇന്ത്യൻ പേറ്റൻ്റ് ആണെങ്കിൽ അപ് ടു 2 lakhs വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഫോറിൻ പേറ്റൻ്റ് ആണെങ്കിൽ
അപ് ടു 10 lakhs വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇതിനെല്ലാത്തിനും ഒരു ഇവാലുവേഷൻ മെത്തേഡ് ഉണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ശരിക്കും നമുക്കൊരു യുണീക്ക് ഐ ഡി എന്ന് പറഞ്ഞൊരു റെക്കഗ്നീഷൻ കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ. അത് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ തരാം. അതിൽ കയറിയാൽ നിങ്ങൾക്കൊരു കമ്പനി യുണീക്ക് ഐ ഡി എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ആ യുണീക്ക് ഐ ഡിയുള്ള എല്ലാ കമ്പനീസും ഈ കേരള സ്റ്റാർട്ടപ്പിൽ നിങ്ങളൊരു റെക്കഗ്നൈസ്ഡ് കമ്പനി ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു റെക്കഗ്നീഷൻ നമ്മൾ എല്ലാ യുണീക്ക് ഐ ഡിയുള്ള കമ്പനീസിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും ആ യുണീക്ക് ഐ ഡിയുള്ള കമ്പനീസിനായിരിക്കും കൂടുതൽ അവൈൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. പിന്നെ നമ്മുടെ ഒരു R&D ഗ്രാൻഡാണ്. അത് മോസ്റ്റ്ലി നമ്മൾ ഹാർഡ്വെയർ സ്റ്റാർട്ടപ്സിനാണ് കൊടുക്കുന്നത്. അപ് ടു 30 lakhs അവരുടെ ഒരു പ്രൊഡക്റ്റൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ ഇനീഷ്യൽ ഗ്രോത്ത് തൊട്ട് അതിൻ്റെ ഒരു ആക്സലറേഷൻ സ്റ്റേജ് വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമുക്കത് ഫിസിക്കൽ ഇൻക്യുബേഷൻ ആവാം, വെർച്വൽ ഇൻക്യുബേഷൻ ആവാം, നിങ്ങൾക്ക് ഫിസിക്കൽ സ്പേസ് ആവാം, ഫണ്ടിങ് സപ്പോർട്ട്സ് ആവാം, അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ട്സ് ആവാം. അങ്ങനത്തെ എല്ലാ സ്റ്റേജസിലും നമ്മൾ ഓരോന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആക്സലറേറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ 3-4 ആക്സലറേറ്റേഴ്സായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഓരോ സെഗ്മെൻറ്റിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് സപ്പോർട്ട് ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻ്റർനാഷണൽ ഡെലിഗേഷൻസിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഫണ്ടിങ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് നമ്മൾ കുറേ ഡെലിഗേഷൻസിലേക്ക് ഇവിടുത്തെ സ്റ്റാർട്ടപ്സിനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു സ്കീംസ് ഉണ്ട്, അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് 2-3 weeks ബിഫോർ നമ്മൾ ജൈടെക്സിൽ കുറച്ച് സ്റ്റാർട്ടപ്സിനെ കൊണ്ടുപോയി ഷോക്കേസ് ചെയ്തിരുന്നു. അവിടുത്തെ കുറേ പേരെ ദുബായിലുള്ള കുറേ ഇൻവെസ്റ്റേഴ്സിനായിട്ട് മീറ്റിംഗ്സും അങ്ങനത്തെ കുറേ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ടപ്സിൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതാണ് നമ്മുടെ മാർക്കറ്റ് സപ്പോർട്ടും ഗ്ലോബൽ എക്സ്പോഷർ സപ്പോർട്ട്സൊക്കെ. മാർക്കറ്റ് സപ്പോർട്ട്സിൽ വേറെ ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു ഗവൺമെൻറ് ഓർഡർ തന്നെയുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിലുള്ള സ്റ്റാർട്ടപ്സിന് ഡയറക്റ്റ് ഗവൺമെൻറ് പ്രോജക്ട്സിന് ഒരു ടെൻഡറും ഇല്ലാണ്ട് ഡയറക്റ്റ് പ്രോജക്ട്സ് എടുക്കാം. അറൗണ്ട് 20 lakhsോളം നിങ്ങൾക്ക് ഒരു ടെൻഡർ ഇല്ലാണ്ട് ഡയറക്റ്റ് വർക്ക് എടുക്കാം. അല്ലാണ്ട് 1 crore വരെ ഒരു ലിമിറ്റഡ് ടെൻഡറായിട്ട് ഇപ്പോൾ അവർ ഒരു EOI വിളിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ കൂടുതൽ നമുക്ക് നമ്മൾ ത്രൂ ആണ് ചെയ്യാറ് പ്രോജക്ട്സ്. അപ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ്സ് തരും. അവർക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വേണം, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വരണം. ആ ഐഡിയ നമ്മൾ സ്റ്റാർട്ടപ്സിന് കൊടുക്കും. സ്റ്റാർട്ടപ്സ് അവർക്കൊരു ഡയറക്റ്റ് പിച്ച് ചെയ്ത് പ്രോഡക്റ്റ്സ് തരാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സ്പോഷേഴ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഫണ്ട് ഓഫ് ഫണ്ട് സ്കീംസ് എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റേഴ്സ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടും അവരുടെ ഒരു ഫണ്ടിൻ്റെ ഒരു പെർസെൻറ്റേജ് സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള പെർസെൻറ്റേജ് ഇട്ടിട്ട് ആ ഫണ്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിലുള്ള സ്റ്റാർട്ടപ്സിന് അവെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടി ഏർലി സ്റ്റേജാണ്. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആസ്പയറിംഗ് ഓൺടർപ്രണേഴ്സ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കൊരു ലെവലിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആവശ്യം വരികയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷൻ ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഔട്ട്. ദിസ് ഇസ് സം ഓഫ് അവർ ഡെലിഗേഷൻ. അത് അബ്രോഡ് പോയ കുറച്ച് ഡെലിഗേഷൻസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളുമാണ്. ദിസ് ഇസ് വൺ ഓഫ് ദ സ്കീംസ് ഞാൻ പറഞ്ഞ. ഇപ്പോൾ ഗവൺമെൻറ് സ്കീംസ് ആണെങ്കിൽ ഡയറക്റ്റ് പ്രൊക്യൂർമെൻറ്റ് അല്ലെങ്കിൽ എക്സെപ്ഷൻ മോഡൽ. അപ്പം നിങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ എക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും ഗവൺമെൻറ്റായിട്ട്. പിന്നെ അല്ലാണ്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ സോൺസ് പോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഒരു ഈ മാനുവൽ സ്കാവെഞ്ചിങ്ങിന് പകരം ഒരു റോബോട്ടിനെ കൊണ്ടുവന്നൊരു സ്റ്റാർട്ടപ്പാണ്. അവരുടെ ഐഡിയ ശരിക്കും ഒരു കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. അവർ ഒരു റോബോട്ടിക് സാധനമൊക്കെ നമ്മുടെ അയൺമാൻ സാധനമൊക്കെ ചെയ്യുന്ന ഒരു പിള്ളേരായിരുന്നു. അപ്പോൾ അവർക്ക് ഇതേപോലെ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ലൈക്ക് ഈ സ്കാവെഞ്ചിങ് സംഭവം അതിന് പറ്റുന്ന എന്തെങ്കിലും അങ്ങനെ ഒരു എനിക്കൊന്ന് CM ആയിട്ട് അങ്ങനെ ഒരു സ്പാർക്ക് കിട്ടും. അതിൽ വർക്ക് ചെയ്തിട്ട് അവരൊരു ഇപ്പോൾ ഒരു മാനുവൽ സ്കാവെഞ്ചിങ് ഒരു റോബോട്ട് ഉണ്ടാക്കി. ശരിക്കും ഭയങ്കര അവർ ഒരിക്കലും ആലോചിക്കാത്ത സാധനം ആ ഒരു സ്പാർക്കിൽ അവർക്ക് തോന്നി, അവർ ചെയ്തു. ഇപ്പോൾ അവർ കുറേ ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള കുറേ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇന്നോവേഷൻ സോൺസ് നമ്മൾ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് ഐഡിയാസ് അവരായിട്ട് കൂടെ ഇരുന്ന് വർക്ക് ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ദിസ് ഇസ് സം ഓഫ് ദ വുമൺ സ്കീംസ്. അവർ ഇമ്പാക്റ്റ് കൊണ്ട് വന്ന ഇതാണ്. നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് സ്പെസിഫിക്കലി വുമണ്ണുണ്ട്. ഇപ്പോൾ ഷീലൗസ് ടെക് എന്ന് വെച്ചിട്ട് ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്. അവർ എല്ലാ ഇയറും ഇപ്പോൾ ഓൾമോസ്റ്റ് 3 years ആയിട്ട് സ്റ്റാർട്ടപ്പ് മിഷനാണ് അവരുടെ നാഷണൽ പാർട്ട്ണർ. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഈ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്സിന് ആ പ്രോഗ്രാമിന്
പിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് സ്റ്റാർട്ടപ്സിന് പിച്ച് ചെയ്തിട്ട് ഒരു ഫൈനൽ ഗ്ലോബൽ ലെവലിലെ കോൺഫറൻസിന് നമ്മൾ ഇവിടുത്തെ വിന്നറിന്, അതൊരു നാഷണൽ ലെവൽ പ്രോഗ്രാമാണ്. നമുക്ക് ഈ ഇയറിൽ അത് തീർന്നു. പിന്നെ ഒരു വുമൺ സമ്മിറ്റ് ഉണ്ട്. അപ്പോൾ വുമൺ സമ്മിറ്റ് യൂഷ്വലി നമ്മളൊരു വുമൺ ഗ്യാതറിംഗ് ആണ്. ഇതേപോലത്തെ ഒരു പ്രോഗ്രാംസ് ആണ്. നമ്മൾ കുറേ ഇൻസ്പയറിംഗ് വുമൻസിനെ കൊണ്ടുവരും, അവരുടെ സെഷൻസ് ചെയ്യും, അല്ലാണ്ട് കുറേ പ്രോഗ്രാംസ് ചെയ്യും. ഇപ്പോൾ ഈ ഇയറിൽ നമ്മൾ December 15th and 16th ആണ് പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഹാക്കത്തോൺസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് EY ആയിട്ട് നമ്മളൊരു ഏർണസ്റ്റ് ആൻഡ് യങ് ആയിട്ട് നമ്മളൊരു ഹാക്കത്തോൺ ചെയ്യുന്നുണ്ട്. ആ ഹാക്കത്തോണിലെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് EY ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് വിൽ പുട്ട് ഇറ്റ് അക്രോസ് ടു ദ വുമൻ ആൻഡ് അവർക്കത് ഹാക്ക് ചെയ്തിട്ട് ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിനൊരു സൊല്യൂഷൻ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആ വിന്നേഴ്സിന് ദേ വിൽ ഗെറ്റ് ആൻ ഇൻറ്റേൺഷിപ്പ് വിത്ത് EY. ആ ടീമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ഓർ എൽസ് വി ക്യാൻ support you to build that platform or product. അതിന് നമ്മൾ ഇൻക്യുബേഷൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരും. അതല്ലാണ്ട് ഇന്നോവേഷൻ ഗ്രാൻഡ്, ഞാൻ സീഡ് ഫണ്ട് ഉണ്ട്, ഇതെല്ലാം ഓപ്പൺ ആണ്. ഇഫ് എനിവൺ വോണ്ട് ടു അവെയിൽ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ടു മീ ഓർ വി ക്യാൻ ടോക്ക് ലേറ്റർ ഹിയർ ഓൾസോ. ഇത് കുറച്ച് നമ്മുടെ വുമൺ ഓൺട്രപ്രണേഴ്സാണ്, കുറച്ച് ഹയർ ലെവലിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഗ്രോ ചെയ്ത കുറച്ച് കമ്പനീസിൻ്റെ പേരാണ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. So let's build it together. That's all I have to say. This is my contact details if anyone want to contact me or anything. If you have any query, just. I think you should open up and talk because ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടില്ല. ലക്ഷ്മി ചേച്ചീനെ ഒരു അല്ലാണ്ട് പോയി കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇവിടെ കിട്ടുമ്പോൾ സംസാരിക്കുക, മാക്സിമം പൊട്ടത്തരാണെങ്കിലും ചോദിക്കുക. നെവർ തിങ്ക് ലൈക്ക് ഓക്കെ ഞാൻ സംസാരിച്ച് അവരെന്ത് വിചാരിക്കുക, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞ് ഐഡിയ ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് എല്ലാവരുടെയും നിന്നൊരു അതിനെക്കുറിച്ചൊരു അഭിപ്രായം കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾക്കും കുറച്ചും കൂടി സ്പാർക്കായി അതിന് മുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് അത് എപ്പോഴും ഹൈഡ് ചെയ്ത് മനസ്സിൽ വെക്കാണ്ടിരിക്കുക. അത് എല്ലാവരും വുമണിന് തോന്നുന്നൊരു കാര്യമാണ്. കുറച്ചും കൂടി നെറ്റ്വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ എത്ര ഇവൻറ്റ്സ് ചെയ്യുമ്പോഴും ബേസിക്കലി എല്ലാവരും ഈ നെറ്റ്വർക്കിംഗ് സെഷന് വേണ്ടിയിട്ടാണ് ഈവൻസിന് വരുന്നത്. ഇപ്പോൾ എല്ലാവരും ടൈ ആയാലും അങ്ങനത്തെയൊക്കെ പ്രോഗ്രാംസിൽ കൂടുതലും മെയിൽസ് ആയിരിക്കും കുറേ ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്കൊന്ന് വുമൻസും കുറച്ചും കൂടി കാര്യമായിട്ട് വരിക, സംസാരിക്കുക, എന്തായാലും ചോദിക്കുക. അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും സംസാരിച്ച് വെച്ചിട്ടായിരിക്കും. ലക്ഷ്മി ചേച്ചി പറഞ്ഞ ഇഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പാർക്ക് വരുന്നത് ചിലപ്പോൾ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ സംസാരിക്കുക. ഞാനൊരു ഓൺട്രപ്രണർ അല്ല, പക്ഷേ കുറേ ഓൺട്രപ്രണേഴ്സിനെ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു എക്സ്പീരിയൻസിൽ പറയുക. കുറേ സംസാരിക്കുക, നിങ്ങളുടെ ഐഡിയാസ് ഡിസ്കസ് ചെയ്യുക. അത് ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, അമ്മയാവാം, അച്ഛനാവാം, ആരും ആയിക്കോട്ടെ, എല്ലാവരുമായിട്ട് സംസാരിക്കുക. അപ്പോൾ അവർക്കൊക്കെ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ബെസ്റ്റ് ഓഫ് ലക്ക്. Thank you. Thank you very much, Sumi. Now, this can be a wonderful
or some investors in the New York City. So you go to New York City and you've got the appointment at 10 o'clock with you and your colleagues, and the presentation, the conference is on the top floor of a skyscraper, Empire State Building, any high rise. So you're a little bit late because you didn't judge the traffic in New York City, right? You didn't know the traffic was just as bad as it is in Calcutta or in Delhi. So as you get there, at the bottom, you're rushing to get in, and you know you're late. And so you go to the elevator, and again, your presentation is, your competition is on the 100th floor. And you get in the elevator, you press the button, and off you go. Just as the doors are about to close, coming through, and in steps Bill Gates or Jeff Bezos, doesn't matter, somebody big. And now the doors close after him, and it's just the two of you in the elevator. And you're going to be going up to the 100th floor, 105th floor with one of the most important people, business people in the world. This is a unique chance for you, a once in a lifetime chance to be alone with a person that could make or break your company and your dreams. So you've got what we call the elevator pitch, which means you've got this 40 seconds to about a minute before the doors open where you're alone with that person and how you can explain your startup and why it's interesting. So you have to be very careful here, because if you start getting into some of the very details of what you know and you're so excited to tell about them, you'll lose them when you start talking about the technical background. So you have to be very clear and concise, but you have to make it very simple. And let me be clear. The point here is not at the 100th floor when the doors finally open that Jeff Bezos or Bill Gates is going to take out a checkbook and write you a 10 crore check. That's not how it happens. That is not the point of an elevator pitch. The point of an elevator pitch is for when those doors open after 40 seconds, after a minute that you've spoken to them, that they say, that's really interesting. Here's my card. I'd like to set up another meeting and you can tell me more. I'd like to learn more. That's all it is. So it's just a gateway for you to get a meeting or to have any kind of opportunity to talk to them more about your startup. And whether that's going to be an extra 10-minute meeting and you get to do it with slides, or whether you get to have lunch with them or coffee or whatever, it doesn't matter. All you've done is given them enough information where they say, yeah, that's interesting. I like that. Let's talk more. That is the whole point of an elevator pitch. And you can see why this would not be, I mean, if you get in a chance with the elevator with Jeff Bezos, that's great. It doesn't really happen to all of us, but the kind of opportunities that you will have as an entrepreneur, talking about your startup, in any kind of location or any kind of condition happens all the time. And you should be pitching all the time. So based on that, with this 40 seconds to a minute, how do we structure an elevator pitch that's so crucial to what you'll be doing as a startup and how you can promote and publicize yourself? Let's talk about that. So the first question people usually get is, well, what do I put in an elevator pitch? I have so much information here about my startup. What should I put in and what should I not put in? So the key point to remember here is that you have about a minute. It's not a 2 minute, it's not a 3 minute, not a 5 minute pitch. You have about 45 seconds to a minute. You can't put everything in that you want to put in. You have to narrow it down and be very clear about some very basic things. So in your mind, you should have about 3 or 4 points that you want to get across. And that's it. I see a lot of startups will just say, hey, I have a 5-minute presentation that I give, and I'm pretty good at that. If I've only got a minute, okay, I'll just speak really quickly and I'll get that 5 minutes and squeeze it in to 1 minute. That is not the way to do it. That's not what you're doing at all. The point is not for you to get through all the other information. It's to get 3 or 4 critical points across to that other person so they want to learn more. So what would I say in a pitch, an elevator pitch? What are the most important things? Well, for me, there's 3 things I would say. So I want to know your solution to the problem. I want to know how big that problem is. And I want to know why you are better at solving that problem than anybody else. So that basically tells me what you are, who you are, what you do, this problem that you're solving, and why you're better than anybody else. Those are the 3 main things that I would put into an elevator pitch.
That's what in general. Now, in specific, because there's many things that can fall into all, in even those 3 points, there are many things you can talk about. Having said that, specifics, I would say, put into an elevator pitch whatever's going to make you look good. You don't have time to talk about everything. So choose the best parts about your company that are going to make you look interesting and make you stand out from everybody else. So if you've got a lot of sales already, you've got a lot of traction as a startup, mention that, right? If you don't have sales, you're pre-revenue, right? You haven't actually launched the product, but maybe you have some good partnerships with some institutes or some corporations or some foundations, mention that. If you don't have that, perhaps maybe mention the team members who are experienced, that you've got X amount of time experience as an entrepreneur or as a researcher. Anything that you think is a very strong point, then put that in. So in general, I want to know what problem you're solving, how big that problem is, and why you're better than the competition. Within that, which points do I put in? Like I said, whatever's going to make you look best. The point here is just to grab that attention and get a chance to speak to somebody, that person you're talking to, in more detail. So that will vary from company to company, vary from startup to startup. But it's clear that you have to differentiate yourself. You have to put something that makes you look different, better than other startups. Because remember, the person you're probably talking to, whether it's a judge, an investor, a potential partner, they probably have people coming to them all the time, proposing that there's a collaboration, asking for investment, looking for grant money. So just the idea that, hey, I've got a great idea, that's not enough. You really got to put yourself ahead from the other competition. So how do you do that? So in each of your cases, like I said, there will be something different that what you think is very specific about you. But I want to talk about this. And if you say, I'm not quite clear on how to do this, I'm going to share my screen here and I'm going to give you a hint, some kind of a proposal, a template that you can use to get you started. Okay, so here's what we call a value proposition template. And you say, I don't know how to kind of get this down to 1 minute. Here's a very specific template you can use to help you think about this. So it's just 2 sentences. And I say technology, but you say my startup. My technology is what? What exactly is it that you have? Is it a hardware? Is it a product? Is it a food delivery service? Is it handmade saris? Whatever it is, specifically state what it is. Sometimes we get so much talking about how our, the paradigm, and we're thinking differently and we're ahead of the game and all that, but at the end, at the 2 minute or 1 minute pitch, I'm still not sure exactly what you have. So say it right here. My startup does this, right? And this solves the problem of what, right? So again, now you're saying, this is what it is. This is what we do. Second sentence, you say, unlike other processes, products, whatever, which are something. Add something in here that's slightly negative about other products that you're competing against in the market or processes. Unlike those other products, my product can do this or has this kind of property, right? Again, one thing here, we're not talking a huge list, right? Just the main thing that you think is better than the competition. So this is just 2 sentences here. And if you frame it right in 2 sentences, that's what? 5 seconds, 10 seconds? In 10 seconds, you've basically laid out who you are, what you do, who you're competing against, and why you're competing against them. Very simple. This does not have to be an 8-minute monologue about all these different things. You can't do that in a 1-minute pitch. And if you try to, you'll either be going way too fast, there'll be all this information flying by me, or you're getting into technical details that I don't really care about. That's not the whole point. We want to find out what's most important about you. Okay, so just if this is helpful, you can use this template to kind of get you started to think about how do I say it and boil all this information down to the very basics of what I should be getting across in an elevator pitch. So besides that, there's a couple of things I want to talk about in this few minutes I have left. One is you got to be careful about features versus benefits. Now, this applies to
technology-based startups, as well as quote unquote regular startups as well. The point is you can't get caught up in the how something works. The customer only cares about how that benefits them. How are you solving my problem? So for example, I'm just going to use this as a watch as an example. You'll get certain watches and they've got like fluorescent numbers on the front of the watch. And the idea behind that is that you can tell, well, at nighttime, you can tell what time it is, right? So they glow in the dark. The illuminated dial is a feature, but there are and the point of that, the benefit to the customer is telling time at night. There are many ways you can do that without having illuminated, painted numbers. You could have a light, right? You just push the light and it has a light and you show that. That's another feature. Nowadays, you could probably have a smartwatch that says, hey Siri, what time is it? And it says, Eric, it's 3 o'clock, right? That's another way. All of those are different features that don't matter. How you do it is not as important as what it does. So for me, the customer, I care about, hey, now I can tell what time it is at night. Less important about how you did that. Second thing with the battery there, right? You have these different lithium-ion batteries that do this, that do that, other kinds of batteries. That's fine. The whole point of a battery is that no matter what, when I look at my watch, I know it's reliable. You can do winding, right? That's what we did for so many years. So don't get caught up on the features of how these things work and how you're going to help the customer. Just make sure you tell them the benefits. You don't have time to go into all these other features. And the last thing I want to do is, this is because the first two are kind of business to business, more quantifiable things. But here, like, for example, on a watch, a gold band. How is that, can you quantify the benefits of a gold band? Well, for the particular market you're going after, the gold band is a very valuable part of the watch because it's prestige. And it shows people, when I walk around with a gold watch, people look and say, ooh, Eric's wearing a gold watch. He must be important. He must be rich. For the people who you're selling that watch to, that is extremely important. So it doesn't have to be specific on these benefits that are actually going to be quantifiable for a business, for your customer. And you should know who your specific customer is. A gold band and prestige may be very important. And I use this as an example because I've had people come to me and say, I know a watchmaker and we work together and he's been in the business for 50 years and he can make a watch that's just as good as the Rolex watches, the watches that sell for $10,000, $20,000. Makes watches just as good. And we're going to go out and sell watches and take away 5% of Rolex's market. We're only going to sell it for $1,000. And we're going to make so much money because we have the same quality as Rolex, but it's 1/10 the price. And they have fundamentally misunderstood their market because for the people who are buying Rolexes, the price is the whole point of why they buy a Rolex. They want people to know, wow, that person just spent $20,000 on a watch. They must be important. They must be rich. They must be blah, blah, blah. So be careful here. Don't, especially in an elevator pitch, you don't have time to go into the details. Focus on what the benefits are to your customer and not about how the features get into how you're going to do this. It's more about what you're going to do for them. So I've only got a couple of minutes left here. I wanted to make this short and I want to respect the time that Nisha gave me. So the content should be clear, 30 to 40 seconds. 40 seconds to a minute for an elevator pitch. Very simple about what kind of problem you're solving, right? And how this problem, your solution, of course, and how your solution is better than the competition. Those are the three main things. The specifics of those details, whatever you look best at. So add those in. But that's supposed to be on the content. And a lot about elevator pitch, especially in a minute, is really about you. Right? You, first of all, are the CEO of your startup. So you are the most important part of a startup. And we really need to make sure that you are showcasing the best side of you. So what do you want to show? Show you. But show the best version of you, right? The strong, confident, knowledgeable you. Even if you don't feel that's you and you're nervous, and everybody's nervous. This is how you want to come across in an elevator pitch. That yes, you are the CEO. You started this company. You got the passion. And you've got the passion and you've got the knowledge. You care about this, but you're strong and confident because you know what your company can do. This should come across in an elevator pitch.
How do we do this? I'm not going to talk about body language here, but particularly in India, I want to talk about just the actual language that we use, because that is very important. So what I want you to be careful about is that, first of all, you need to be clearly speaking and being clearly enunciating. So make sure you're not mumbling, right? And that has to do with confidence. So make sure you know what you're saying, you've practiced, and be very clear. Second of all, and this is very important, use strong words, not aggressive, but use strong words. There's a lot of what I call filler words or weak words that everybody uses, especially when we're nervous, and we don't even know sometimes we're using them. But they weaken, and it makes it look like you're not sure of yourself or that you're doubting yourself. And these are words, again, that we just throw into conversation all the time. Our brain is thinking, especially in a high pressure situation. And if there's a gap of a millisecond, our brain says, oh, there's a gap here. I need to fill that gap with a word, and we'll throw in a word like, or like, or, you know, right? And we say this all the time. Everybody has their own special word. So when you're talking, make sure you practice this and make sure you know what your filler word is. Sort of, kind of, right? Something like that. These are kind of words that don't mean anything. And matter of fact, it weakens your proposal, because if it's sort of like this, or is it exactly what it is? If you're pitching somebody about your company and what you do and the benefits you have, you should know exactly what it is for your customer and why that's interesting and why you're greatest. Nothing is sort of like this or kind of like that, or you know what I mean, or things like this. Those are words that should never be in your elevator pitch. So get rid of them. And again, some of us don't even know we're doing them. It's our mind playing tricks on it. The only way you know this is you do this pitch in front of somebody else and they said, did you know in 1 minute you said or like or kind of 15 times? Very distracting. Right? You won't know this. Practice and you'll find these out. And if you happen to know what your filler word is, that's great. Another word I find here that is used a lot is the word obviously. Don't use that word obviously. If you use it in the literal sense that, hey, I've made a plan here and obvious this is the answer, that's one thing. But people use it as a filler word and they'll say obviously many too times. And it can come across in a very bad way. So don't use those words. Find out what your word is and make sure you eliminate it. So finally, the point is here about you. We are all nervous. We get that. Especially you're in front of somebody that's very important. You want to make a great impression. Of course you're going to be nervous. So, top tips. First of all, practice. You should be practicing a 40-second to a minute elevator pitch all the time, by yourself, in front of the mirror, looking at your eyes, and get it until these words come naturally. You shouldn't have to stumble and think about why your company is interesting or what the value proposition for your company is. So practice all the time. As an entrepreneur, there are so many things that are not in our control. This is not one of them. So you should be able to do a 40-second to a minute elevator pitch like that. Not right now. I mean, you haven't done this yet. But in general, if this is something you're going to be doing as an entrepreneur, you need to have this down cold. It will change depending if you're talking to an investor or a government official or for grants, et cetera, but the core part of it will be the same. So practice, practice, practice. Change your language that you're not having any of these filler words in there. Even if you practice and you're perfect, you're expected to be nervous. If you mess up, that's okay, right? People understand that. And you just reset yourself and say, oh my gosh, I'm a little bit nervous, I'm sorry. And you then continue on. People will forgive you for that. Now, if you in a minute you do this 4 times, then we say, okay, you need to practice more. But if you do it once or twice, that's okay. The point is we want to see the passion and we want to see why your company is better than anybody else. So I hope this has been a helpful introduction to what pitching is in general and specifically for a startup elevator pitch. And I hope you get out there and get into that elevator with Jeff Bezos and sell him. And the next time I see you, you'll be in the Hindustani Times as having a 30 crore investment from some other company. But I hope that all this is helpful. If you're interested in being with Nexus as an incubator, you can go to our webpage at www.startupnexus.in. And we have things on tipping,
We have tips on pitching. We have things on marketing. We have on value proposition, on finances, on funding, all this information to try to help Indian startups grow and be successful. Thank you so much for your patience, and good luck. And now we've come to the end of this program. So now I would like Hi, good evening all. So I hope you all had a very good session today. Though we had two entertainers who made us really live. So let me just, as we come to close to the digital training program, it's my pleasure to, deliver thanks and gratitude to each one of us, and even backstage, front stage, who all have been here to help us to make this event a good success. Special thanks to speakers, C. Balagopal sir, Srinath sir, Lakshmi ma'am, and Suni, who took their time out of their busy schedule to come and share their all experience to make, this experience helps us to improve. And also I'll say special thanks and appreciation to Jay Krishnan for conducting the informative digital workshop. I'll be sharing those links to you all by Monday. And above all, thanks to each one of you who are here and who are there online also to make this event successful and happening. So hope you all can catch up with us on 20th at Calicut for online. Stage also speakers are different, so you'll have a different experience altogether, and also at Trivandrum on 27th. Yeah, thank you all. So are we going to see you all in Calicut? Yeah. Is the energy gone? Is it because it's end of the day? Huh? Online. Yeah. All right. Can we have a huge round of applause for all the awesome people sitting here? We're going to see those entrepreneurs coming up next time. All right. Thank you very much. Shubharatri. It's almost evening now.